ആയിട്ടുള്ള social studies. Okay, if we take your textbook, page number 275. എടുത്തോ, എല്ലാ ടെക്സ്റ്റ് എടുത്തോ, പേജ് നമ്പർ 275. ഓക്കെ, അപ്പോൾ നമ്മൾ സോഷ്യൽ സ്റ്റഡീസിൽ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ചാപ്റ്റർ നെയിം എന്തായിരുന്നു പറഞ്ഞേ? എന്തായിരുന്നു? ദ ഗ്ലോബ് അല്ലേ? ചാപ്റ്റർ നെയിം എന്താണ്? ദ ഗ്ലോബ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? എർത്തിന്റെ മോഡലാണ് ഗ്ലോബ് എന്ന് പറഞ്ഞു. നമ്മൾ എർത്തിന്റെ പ്രത്യേകതകളും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? ഇതിൽ കുറെ ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെയോ ആക്സിസ് ഉണ്ട്, പോൾസ് ഉണ്ട് അല്ലേ, ഇക്വേറ്റർ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദ ലാറ്റിറ്റ്യൂഡ്. ഇതാണ് ദ ലാറ്റിറ്റ്യൂഡ്. എന്താണ് ലാറ്റിറ്റ്യൂഡ്? ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിരിക്കണം. ശ്രദ്ധിച്ചിരിക്കും എല്ലാവരും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നോക്കിയേ ദ ലാറ്റിറ്റ്യൂഡ്. നോക്കിയേ, the equator and the lines which run parallel to it are called the parallels of latitude. The parallels of latitude എന്ന് വെച്ചാൽ നോക്കിയേ, the equator and the lines which run parallel to it are called the parallels of latitude. അല്ലേ, നമ്മൾ ഇക്വേറ്റർ പറഞ്ഞു അല്ലേ? ഇക്വേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈനാണ് എന്ന് പറയുന്നത് ഇക്വേറ്റർ എന്ന് പറഞ്ഞു അല്ലേ? കണ്ടു അല്ലേ? നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന മിഡിലായിട്ട് പോകുന്ന ലൈനാണ് എന്ന് പറയുന്നത് ഇക്വേറ്റർ എന്ന് പറഞ്ഞു അല്ലേ? The equator and the lines which run parallel to it are called the parallels of latitude. അല്ലേ, നമ്മൾ പറഞ്ഞു നമ്മുടെ ഗ്ലോബിൽ നമുക്ക് കുറേ ലൈൻസ് കാണാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ പാരലൽ ആയിട്ട് ഇക്വേറ്ററിന് പാരലൽ ആയിട്ട് പോകുന്ന ഈ ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞേ? പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. അത് പാരലൽ ആയിരിക്കും, ഒരു ലൈനിന് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും ബാക്കിയുള്ള ലൈൻസ് എന്ന് പറയുന്നത്. The equator divides the earth into two equal halves. That is the northern hemisphere and the southern hemisphere. അല്ലേ, നമ്മൾ പറഞ്ഞല്ലേ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈനാണ് എന്ന് പറയുന്നത് ഇക്വേറ്റർ എന്ന് പറഞ്ഞത് അല്ലേ? The equator divides the earth into two equal halves. അല്ലേ, രണ്ട് പകുതികളായി എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. That is the northern hemisphere and the southern hemisphere. നമുക്ക് എന്തൊക്കെ പറയാം? നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയാം, സദേൺ അല്ലേ? നോക്കിക്കേ, മുകളിൽ കാണുന്നതാണ് നോർത്ത്, ബോട്ടത്തിൽ കാണുന്നതാണ് സൗത്ത് അല്ലേ? ഇതിനെ രണ്ടിനെയും തമ്മിൽ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന മിഡിലൂടെ പോകുന്ന ലൈനാണ് എന്ന് പറയുന്നത് ഇക്വേറ്റർ എന്ന് പറയുന്നത് അല്ലേ? ഇക്വേറ്റർ എന്ത് ചെയ്യുന്നു? നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു അല്ലേ? ഈക്വൽ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഇക്വേറ്റർ ലൈനിൽ മുകളിലുള്ള ഇത്രയും പാർട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും ബിലോ ഉള്ള ഇത്രയും പാർട്ടിനെ നമുക്ക് എന്ത് പറയാം? സദേൺ ഹെമിസ്ഫിയർ എന്നും പറയാം. ഓക്കെ, ഇക്വേറ്ററിന്റെ ടോപ്പിലായിട്ടുള്ള പാർട്ട് ഇത്രയും പാർട്ടിനെ നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും ബിലോയിലായിട്ടുള്ള ഇത്രയും പാർട്ടിനെ നമുക്ക് എന്ത് പറയാം? സദേൺ ഹെമിസ്ഫിയർ എന്നും പറയാം. ക്ലിയർ ആണേ? ഇത് ഇക്വേറ്റർ റെപ്രസെന്റ്സ് ദ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് അല്ലേ? നമ്മൾ പറഞ്ഞു ഇക്വേറ്റർ മിഡിലായിട്ടാണ് പോകുന്നത് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഇക്വേറ്റർ നമുക്ക് എത്ര ഡിഗ്രി ആണെന്ന് പറയാം? ഇക്വേറ്റർ ലൈൻ എത്ര ഡിഗ്രിയാണ് നോട്ട് ചെയ്യുന്നത്? 0 ഡിഗ്രി. ഇത്രയാണ് 0 ഡിഗ്രി. The equator represents 0 degree latitude. 0 degree latitude. The parallels become shorter as they move from the equator towards the poles. അല്ലേ, ഈ ഇക്വേറ്ററിൽ നിന്നും ഈ പോൾസിലേക്ക് അല്ലേ, നോർത്തേൺ പോളിലേക്കും സദേൺ പോളിലേക്കും പോകുന്ന ഈ പാരലൽ ലൈൻസ് മുകളിലേക്ക് പോകുന്തോറും എന്താണ്? ഷോർട്ടർ ആകും അല്ലേ? നോക്കിക്കേ, ഈ സെയിം ലെങ്ത് തന്നെയാണോ ഏറ്റവും മുകളിലുള്ള ഈ ലൈൻ ഉള്ളത്? അല്ല. അതുപോലെ നോക്കിക്കേ, സദേൺ പോളിലേക്ക് പോകുന്തോറും താഴേക്ക് പോകുന്തോറും അതിന്റെ ലെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഷോർട്ടർ ആവുന്നുണ്ട്. കറക്റ്റ് സെയിം ലെങ്ത്
മുകളിലേക്ക് പോകുന്തോറും. ഓക്കെ, all the parallels are numbered from the equator. അല്ലേ, നമ്മൾ ഈ ഇക്വേറ്റർ നമ്മൾ പറഞ്ഞു ഇക്വേറ്റർ ഉൾപ്പെടെയുള്ള ഈ ലൈൻസ് എല്ലാം എന്താണ് പാരലൽസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ all the parallels are numbered from the equator. ഈ ഇക്വേറ്ററിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പാരലൽ ലൈൻസിനെ നമ്പർ ചെയ്യുന്നത്. ഓക്കേ, the parallels in the northern hemisphere are labeled N and are called the north latitudes. അതായത് നമ്മൾ പറഞ്ഞു ഇക്വേറ്ററിന് ടോപ്പ് ആയിട്ടുള്ളത് നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും ബിലോ ആയിട്ടുള്ളത് എന്താണ് സദേൺ ഹെമിസ്ഫിയർ ആണെന്നും പറഞ്ഞു. അപ്പോ നമ്മൾ ഈ പാരലൽസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ കാണുന്ന ഈ പാരലൽ ലൈൻസ് എല്ലാം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്തിലാണ് എന്നിലാണ്. നോർത്ത് അല്ലേ, എന്നിലല്ലേ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നോർത്ത് എന്ന് പറയുമ്പോൾ സൗത്ത് എന്ന് പറയുമ്പോൾ എസ്സിൽ ഡിനോട്ട് ചെയ്യും അല്ലേ. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ലൈൻസ് എല്ലാം നമ്മൾ എന്തിലാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നിലായിരിക്കും. അതിനെ നമുക്ക് എന്ത് വിളിക്കാം നോർത്ത് ലാറ്റിറ്റ്യൂഡ്. എന്താണ് പറഞ്ഞേ നോർത്ത് ലാറ്റിറ്റ്യൂഡ്. ഓക്കേ, the parallels in the southern hemisphere are labeled as S. അല്ലേ, നമ്മൾ പറഞ്ഞു southern hemisphere കാണുന്ന ലൈൻസ് എല്ലാം എന്തിലാണ് ഡിനോട്ട് ചെയ്യുന്നത് എസ്സിലാണ് അല്ലേ. അത് സൗത്ത് പോളിലല്ലേ ഉള്ളത്, അപ്പോൾ അത് എന്തിലാണ് ഡിനോട്ട് ചെയ്യുന്നത് എസ്സിലാണ്. അപ്പോൾ ആ ലൈൻസ് എന്താണ് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ്. എന്താണ് സൗത്ത് ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാണുന്നത് നോർത്ത് ലാറ്റിറ്റ്യൂഡ്സും സദേൺ ലാറ്റിറ്റ്യൂഡ്സ് കാണുന്ന പാരലൽ ലൈൻസിനെ സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഗ്ലോബിൽ നമുക്ക് കുറേ ലൈൻസ് ഒക്കെ ഇമാജിനറി ലൈൻസ് ആണല്ലേ, ഈ ലൈൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ലൈനാണ് ഏതെന്ന് പറയുന്നത് ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇക്വേറ്റർ ഉൾപ്പെടെയുള്ള ഈ ലൈൻസ് എല്ലാം എന്താണ് പാരലൽസ് ആണെന്ന് പറഞ്ഞു. ഇക്വേറ്റർ ടോപ്പ് ആയിട്ടുള്ള പാർട്ടിനെ നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും ഇക്വേറ്ററിന്റെ ബിലോ ആയിട്ടുള്ള പാർട്ടിനെ നമുക്ക് സദേൺ ഹെമിസ്ഫിയർ എന്നും വിളിക്കാം. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാണുന്ന പാരലൽ ലൈൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന ലെറ്ററിലാണ്. സദേൺ ഹെമിസ്ഫിയറിൽ കാണുന്ന ലൈൻസ് ഡിനോട്ട് ചെയ്യുന്നത് എസ് എന്ന് പറയുന്ന ലെറ്ററിലാണ്. ഓക്കേ, അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാണുന്ന ലൈൻസ് എല്ലാം എന്താണ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്നും സദേൺ ഹെമിസ്ഫിയറിൽ കാണുന്ന പാരലൽ ലൈൻസ് എല്ലാം നമുക്ക് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്നും പറയാനായിട്ട് സാധിക്കും. ഇക്വേറ്റർ എത്ര ഡിഗ്രിയിലാണ് 0 ഡിഗ്രിയിലാണ്. ഇക്വേറ്റർ എന്ന് പറയുന്നത് മിഡിൽ പാർട്ടിലാണ് കാണുന്നത്. ഇക്വേറ്റർ എത്ര ഡിഗ്രിയിലാണ് 0 ഡിഗ്രിയിലാണ്. ഓക്കേ, ക്ലിയർ ആണല്ലോ? ഓക്കേ, നമ്മൾ പറഞ്ഞു പാരലൽ ലൈൻസിനെ നമ്പർ ചെയ്യുന്നത് എവിടെ നിന്നാണ് ഇക്വേറ്ററിൽ നിന്നാണ് നമ്മൾ നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കേ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം നമ്പറിംഗ് ദ പാരലൽസ്. ഓക്കേ, പാരലൽസിനെ എങ്ങനെ നമുക്ക് നമ്പർ ചെയ്യാൻ നോക്കാം. നോക്കിക്കേ, to number the parallels we mark the equator as 0 degree. അല്ലേ, നമുക്കറിയാം ഇക്വേറ്റർ എത്ര ഡിഗ്രിയിലാണ് 0 ഡിഗ്രിയിലാണ് ഇക്വേറ്റർ. The north pole is marked as 90 degree north and the south pole as 90 degree south. അല്ലേ, ഇക്വേറ്റർ നമ്മൾ പറഞ്ഞു എത്ര ഡിഗ്രിയാണെന്ന് പറഞ്ഞു 0 ഡിഗ്രിയിലാണെന്ന് പറഞ്ഞു. നോർത്ത് പോൾ എത്ര ഡിഗ്രിയിലാണെന്ന് അറിയാമോ 90 ഡിഗ്രി നോർത്ത് ആണ് എന്ന് നമുക്ക് പറയാം. നോർത്ത് പോൾ എത്ര ഡിഗ്രിയിലാണ് 90 ഡിഗ്രിയിലാണ്. സൗത്ത് പോൾ എത്ര ഡിഗ്രിയിലാണ് 90 ഡിഗ്രി സൗത്തുമാണ്. 90 ഡിഗ്രി സൗത്ത് ആണ് സൗത്ത് പോൾ. 90 ഡിഗ്രി നോർത്ത് ആണ് എന്ന് പറയുന്നത് നോർത്ത് പോൾ. ഇക്വേറ്റർ എത്ര ഡിഗ്രിയാണ് 0 ഡിഗ്രി അല്ലേ. നമുക്കറിയാം 2 പോൾസ് ഉണ്ട്, നോർത്ത് പോൾ സൗത്ത് പോൾ. നോർത്ത് പോൾ 90 ഡിഗ്രി നോർത്ത്, സൗത്ത് പോൾ 90 ഡിഗ്രി സൗത്തുമാണ്. ഓക്കേ, there are 90 lines of latitudes above the equator and 90 lines of latitudes below the equator. നമ്മൾ പറഞ്ഞു ഇക്വേറ്റർ എന്ന് പറയുന്നത് നമ്മൾ നോർത്ത് പോളിനെ സൗത്ത് പോളിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു അല്ലേ. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ലൈനാണ് ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ഇക്വേറ്റർ 0 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്വേറ്ററിന് മുകളിൽ കാണുന്ന സൗത്ത് നോർത്ത് പാർട്ടിൽ കാണപ്പെടുന്ന ലൈൻസ് എന്ന് പറഞ്ഞാൽ എത്ര ലൈൻസ് ഉണ്ടെന്നാണ് പറയുന്നത് 90 ലൈൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. എത്ര ലൈൻസ് ഉണ്ട് 90 ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് above the equator. ഇക്വേറ്ററിന് തൊട്ട് മുകളിലായിട്ട് എത്ര ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട് 90 ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട് ഈ ഇക്വേറ്ററിന് തൊട്ട് മുകളിലായിട്ട്. അതുപോലെ തന്നെ ഇക്വേറ്ററിന് ബിലോ ആയിട്ട് എത്ര ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്
90 ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. ക്ലിയർ ആണേ? ഓക്കേ, മനസ്സിലായോ? അപ്പോൾ there are 90 lines of latitudes above the equator and 90 lines of latitudes below the equator. ഇക്വേറ്ററിന് മുകളിലായിട്ട് above ആയിട്ടും below ആയിട്ടും 90 lines വീതമുണ്ട്. ഇക്വേറ്ററിന് തൊട്ട് മുകളിൽ 90 lines ഉണ്ട്, ഇക്വേറ്ററിന് തൊട്ട് താഴെയായിട്ടും എത്ര lines ഉണ്ട്? 90 lines ഉണ്ട്. Okay, these lines are marked from 0 degree to 90 degree north and from 0 degree to 90 degree south respectively. അല്ലേ, നമ്മൾ പറഞ്ഞു ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ആണ്, നോർത്ത് പോൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി നോർത്ത് ആണ്, സൗത്ത് പോൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി സൗത്ത് ആണ്. ഓക്കേ, അപ്പോൾ നമ്മുടെ ഈ ഇക്വേറ്ററിന് തൊട്ട് മുകളിലുള്ള ലൈൻസ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്യുന്നത് എവിടെ മുതലാണ്? 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇതിനിടയിൽ ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, 90 ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ 90 ലൈൻസിന് എന്താണ് ഓരോരോ ഡിഗ്രിയിലാണ് നമ്മൾ അടയാളപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്തിനു ബിറ്റ്വീൻ ആയിട്ടാണ് ഈ ലൈൻസ് എല്ലാം ഉള്ളത്? 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലായിട്ടാണ്. അതുപോലെ തന്നെയാണ് ഇക്വേറ്ററിന് ബിലോ ആയിട്ടുള്ള 90 ലൈൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത് 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയാണ്. ഓക്കേ, ക്ലിയർ ആണേ? ഓക്കേ, these lines are marked from 0 degree to 90 degree north and 0 degree to 90 degree south respectively. ഓക്കേ, ഇപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇക്വേറ്ററിന് തൊട്ട് മുകളിലായിട്ടും താഴെയായിട്ടും 90 ലൈൻസ് വീതമുണ്ട്. അതെല്ലാം എത്ര ഡിഗ്രിക്ക് ഇടയിലായിട്ടാണ്? 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രിക്ക് ഇടയിലായിട്ടാണ് ഈ ലൈൻസ് എല്ലാം മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കേ, അപ്പോൾ നമ്മൾ പറഞ്ഞു കുറേ പാരലൽ ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, ഇക്വേറ്ററിന്റെ അടുത്തായിട്ട് നമുക്ക് കുറേ പാരലൽ ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ പാരലൽ ലൈൻസ് നെയിംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വന്നാണ് എന്ന് പറയുന്നത് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. എന്താണ് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ? അപ്പോൾ 0 ഡിഗ്രി അല്ലേ, എന്താണ് ഇക്വേറ്റർ. ഇക്വേറ്ററിന് തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന ലൈനാണ് അല്ലേ, നോർത്ത് പോളിൽ കാണപ്പെടുന്ന നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാണപ്പെടുന്ന ഒരു ലൈനാണ് എന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. എന്താണ് പറഞ്ഞേ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഏത് ലൈൻ കാണുന്നത്? ഏത് പാരലൽ ലൈൻ കാണുന്നത്? ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് കാണുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കേ, നെക്സ്റ്റ് ആണ് എന്ന് പറയുന്നത് ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഏതാണ്? ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അതെവിടെയാണ് കാണുന്നത്? സൗത്ത് പോളിലാണ്. ഇക്വേറ്ററിന് തൊട്ട് താഴെയാണ് എന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അത് സൗത്ത് പോളിലാണ് അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കേ, അപ്പോൾ ഇത് പറഞ്ഞു ട്രോപ്പിക് ഓഫ് ക്യാൻസർ എബോവ് ആണ്, ഇക്വേറ്ററിന് എബോവിലായിട്ടാണ്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണോ? ഇക്വേറ്ററിന് ബിലോ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തതാണെന്ന് പറയുന്നത് ഇത് ആർട്ടിക് സർക്കിൾ. എന്താണ് ആർട്ടിക് സർക്കിൾ? ആർട്ടിക് സർക്കിൾ എവിടെയാണ് കാണപ്പെടുന്നത്? നോർത്ത് പോളിലാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇത് കാണുന്നത്. ആർട്ടിക് സർക്കിൾ എന്നാണ് പറഞ്ഞേ, ആർട്ടിക് സർക്കിൾ. അടുത്തതാണെന്ന് പറയുന്നത് അന്റാർട്ടിക് സർക്കിൾ. എന്താണ് അന്റാർട്ടിക് സർക്കിൾ? അതെവിടെയാണ്? സദേൺ ഹെമിസ്ഫിയറിലാണ് എന്ത് കാണപ്പെടുന്നത്? അന്റാർട്ടിക് സർക്കിൾ. അപ്പോൾ പാരലൽ ലൈൻസ് ഏതൊക്കെയാണ് നോക്കിക്കേ. ഇക്വേറ്ററിന് തൊട്ട് മുകളിൽ കാണപ്പെടുന്നതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇനിയോ ആർട്ടിക് സർക്കിൾ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും അന്റാർട്ടിക് സർക്കിൾ എവിടെയാണ്? സൗത്ത് പോളിലാണ്. മനസ്സിലായോ? ഇക്വേറ്ററിന് തൊട്ട് മുകളിൽ അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് എന്തൊക്കെ കാണുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇനിയോ ആർട്ടിക് സർക്കിൾ. ഇക്വേറ്ററിന് തൊട്ട് താഴെയായിട്ടാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, പിന്നെയോ അന്റാർട്ടിക് സർക്കിൾ. ഇപ്പൊ നെയിംസ് മനസ്സിലുള്ള എല്ലാവരും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് എന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അത് എവിടെയാണ്? ഇക്വേറ്ററിന് എബോവ് ആണ്, അതായത് നോർത്തേൺ ഹെമിസ്ഫിയർ ആണ് കാണുന്നത്. നോക്കിയേ, it is an important parallel of latitude in the northern hemisphere. അല്ലേ, നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പാരലൽ ലൈനാണ് ഏതെന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് കാണുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. മറന്നു പോകരുത് കേട്ടോ. എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയർ. It lies at a distance of 23.5 degree in north from the equator.
ഇത് എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്? ഇക്വേറ്ററിൽ നിന്നും 23.5 ഡിഗ്രി നോർത്തിലാണ് ഇത് കാണുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എവിടെയാണ് കാണപ്പെടുന്നത്? ഇക്വേറ്ററിന് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കാണുന്നത്. എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇക്വേറ്ററിൽ നിന്നും 23.5 ഡിഗ്രി നോർത്തിലാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കാണുന്നത്. എത്ര ഡിഗ്രിയാണ്? 23.5 ഡിഗ്രി നോർത്ത് ഡിസ്റ്റൻസിലാണ് ഇക്വേറ്ററിൽ നിന്നും നമുക്ക് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കാണുന്നത്. ക്ലിയർ ആണ്? ഓക്കെ. നെക്സ്റ്റ് നോക്കിക്കേ, അടുത്താണ് പറയുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. എന്താണ്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അതായത് ഹെമിസ്ഫിയറിലാണോ? നോർത്തേൺ ഹെമിസ്ഫിയറിലാണോ? സദേൺ ഹെമിസ്ഫിയറിലാണോ? സദേൺ ഹെമിസ്ഫിയറിലാണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം it is in the southern hemisphere. It lies at a distance of 23.5 degree south from the equator. Tropic of Capricorn ഇക്വേറ്ററിൽ നിന്നും 23.5 ഡിഗ്രി സൗത്തിലായിട്ടാണ് നമുക്ക് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്ന പാരലൽ ലാറ്റിറ്റ്യൂഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇക്വേറ്ററിന് ബിലോ ആണല്ലേ എബോ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ബിലോ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അത് എത്രമാത്രം ഡിസ്റ്റൻസ് ആണ്? ഇക്വേറ്ററിൽ നിന്നും 23.5 ഡിഗ്രി സൗത്ത് അല്ലേ? എളുപ്പമല്ലേ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്ത് ആണെങ്കിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണോ 23.5 ഡിഗ്രി സൗത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, it is in the southern hemisphere. It lies at a distance of 23.5 degree south from the equator. അല്ലേ? നമ്മൾ പറഞ്ഞു ഇക്വേറ്ററിൽ നിന്നാണ് നമ്മൾ പാരലൽ ലൈൻസ് നമ്പർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലേ. 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്താണ് പറയുന്നത് ദ ആർട്ടിക് സർക്കിൾ. എന്താണ് പറഞ്ഞത്? ദ ആർട്ടിക് സർക്കിൾ. ആർട്ടിക് സർക്കിൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണോ സദേൺ ഹെമിസ്ഫിയറിലാണോ? എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ആർട്ടിക് സർക്കിൾ അല്ലേ? അപ്പോൾ നോക്കിക്കേ, ദ ആർട്ടിക് സർക്കിൾ ലൈസ് അറ്റ് 66.5 degree north from the equator. ഇക്വേറ്ററിൽ നിന്നും എന്തുമാത്രം ഡിസ്റ്റൻസ് ആണുള്ളത്? നോക്കിക്കേ, 66.5 degree north. എത്രയാണ്? 66.5 degree നോർത്തിലാണ് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കുന്നത്? ആർട്ടിക് സർക്കിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എത്ര ഡിഗ്രിയാണ്? 66.5 degree north. അതാണ് നമുക്ക് ആർട്ടിക് സർക്കിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് എന്തുള്ളത്? ആർട്ടിക് സർക്കിൾ ഉള്ളത്. ആർട്ടിക് സർക്കിൾ എവിടെയാണെന്ന് ചോദിച്ചാൽ പറയാമല്ലോ. നോർത്തേൺ ഹെമിസ്ഫിയറിലാണോ സദേൺ ഹെമിസ്ഫിയറിലാണോ? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. എന്തുമാത്രം ഡിസ്റ്റൻസ് ആണ് ഇക്വേറ്ററിൽ നിന്നുള്ളത്? 66.5 degree നോർത്ത് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, അടുത്താണ് എന്ന് പറയുന്നത് ദ അന്റാർട്ടിക് സർക്കിൾ. ഏതാണ്? ദ അന്റാർട്ടിക് സർക്കിൾ. അത് എവിടെയാണ്? സദേൺ ഹെമിസ്ഫിയർ അല്ലേ? എവിടെയാണ്? സദേൺ ഹെമിസ്ഫിയറിലാണ് നമുക്ക് അന്റാർട്ടിക് സർക്കിൾ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ? അപ്പോൾ അതിന്റെ പ്രത്യേകത നോക്കാം. നോക്കിക്കേ, ദ അന്റാർട്ടിക് സർക്കിൾ ലൈസ് അറ്റ് 66.5 degree south from the equator. ഇക്വേറ്ററിൽ നിന്നും 66.5 degree സൗത്തിലായിട്ടാണ് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കുന്നത്? അന്റാർട്ടിക് സർക്കിൾ കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണ്? അന്റാർട്ടിക് സർക്കിൾ 66.5 degree സൗത്തിലായിട്ടാണ് നമുക്ക് അന്റാർട്ടിക് സർക്കിൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ 4 പാരലൽ ലാറ്റിറ്റ്യൂഡ്സ് കണ്ടല്ലേ. ഇക്വേറ്ററിന് എബോ ആയിട്ട് കാണുന്നതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ആർട്ടിക് സർക്കിൾ. ഇക്വേറ്ററിന് ബിലോ ആയിട്ടാണ് നമുക്ക് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും അന്റാർട്ടിക് സർക്കിളും കാണാനായിട്ട് സാധിക്കുന്നത്. ഇക്വേറ്റർ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. നോർത്ത് പോൾ 90 ഡിഗ്രി നോർത്ത്, സൗത്ത് പോൾ 90 ഡിഗ്രി സൗത്ത് അല്ലേ? ഇക്വേറ്ററിൽ നിന്ന് പോകുന്ന ലൈൻസ് എല്ലാം നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലായിട്ടാണ് അല്ലേ? അതുപോലെ തന്നെയാണ് സൗത്ത് പോളിൽ അല്ലേ? 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി ആണ്. അപ്പോൾ അതെല്ലാം ഓരോരോ ഡിഗ്രിയാണ് നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 degree north, ആർട്ടിക് സർക്കിൾ 66.5 degree north, Tropic of Capricorn 23.5 degree south, Antarctic Circle 66.5 degree south. അല്ലേ? ഓക്കെ, അപ്പോൾ അതെല്ലാം ഇക്വേറ്ററിൽ നിന്ന് എന്തുമാത്രം ഡിസ്റ്റൻസിലാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ആ ലൈൻസിന്റെ നെയിം, പാരലൽ ലൈൻസിന്റെ നെയിംസ് ഒന്ന് പറഞ്ഞേ. ദ
Tropic of Cancer, the Tropic of Capricorn, the Arctic Circle, the Antarctic Circle. Okay, അപ്പോൾ അത് എന്തുമാത്രം ഡിസ്റ്റൻസിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. The lines of latitude and longitude are imaginary lines. നമ്മൾ പറഞ്ഞ ഈ ലൈൻസ് എല്ലാം നമ്മുടെ എർത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുമോ? ഇല്ല. ഇതൊക്കെ എന്താണ്? ഒരു ഇമാജിനറി ലൈൻസ് ആണ്. അത് നമുക്ക് നമ്മുടെ മോഡലായ എർത്തിന്റെ മോഡലായ ഗ്ലോബിൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. They are not drawn on the earth. അല്ലേ? എർത്തിൽ കാണാനായിട്ട് പറ്റുമോ? ഇല്ല. They are only drawn on the globe to help in locating places. അല്ലേ? നമ്മൾ പറഞ്ഞു നമ്മുടെ ഗ്ലോബിൽ നമുക്ക് ഈ ഇമാജിനറി ലൈൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എർത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുമോ? ഇല്ല. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്ലോബിൽ നമ്മൾ ഈ ലൈൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? നമുക്കറിയാം നമ്മുടെ ഈ എർത്തിൽ ധാരാളം പ്ലേസസ് ഉണ്ടെന്ന് അറിയാം അല്ലേ? അപ്പം ഈ പ്ലേസസ് ഒക്കെ നമുക്കൊന്ന് ലൊക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഈ ലൈൻസ് എല്ലാം ഹെൽപ്പ് ചെയ്യും. ആർട്ടിക് സർക്കിളും അതോടൊപ്പം ട്രോപ്പിക് ഓഫ് ക്യാൻസറും എന്നൊക്കെ പറയുന്ന ഈ ലൈൻസ് എല്ലാം നമുക്ക് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും? ഒരു പ്ലേസ് ലൊക്കേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഒക്കെ നമുക്ക് ഈ ലൈൻസ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ലാറ്റിറ്റ്യൂഡ്സും അതോടൊപ്പം തന്നെ ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇമാജിനറി ലൈൻസ് ആണ്. അത് നമുക്ക് എവിടെ മാത്രമേ കാണാനായിട്ട് സാധിക്കൂ? ഗ്ലോബിൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കൂ. അപ്പം ലാറ്റിറ്റ്യൂഡ്സ് ലൈൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലോങ്ങിറ്റ്യൂഡ് ലൈൻസ് ആണ്. എന്താണ് ലോങ്ങിറ്റ്യൂഡ് ലൈൻസ്? ദ ലോങ്ങിറ്റ്യൂഡ്. The semicircular lines running from the north pole to the south pole are called the lines of longitude. എന്താ പറഞ്ഞിരിക്കുന്നത്? The semicircular lines running from the north pole to south pole. North pole ൽ നിന്നും south pole ലേക്ക് പോകുന്ന semicircular, full circle ആണോ? അല്ല. semicircular ആയിട്ടുള്ള ലൈൻസ് എവിടെ നിന്നും? നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക്. അറിയാലോ, നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് പോകുന്ന സെമി സർക്കുലർ ആയിട്ടുള്ള ലൈൻസ് ഇങ്ങനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്. എന്താണ്? ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് പോകുന്ന ലൈൻസിനെയാണ് നമുക്ക് സെമി സർക്കുലർ ആയിട്ടുള്ള ലൈൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അല്ലെങ്കിൽ ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ് അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? മെറിഡിയൻസ് എന്ന് വിളിക്കാം. എന്താണ്? മെറിഡിയൻസ്. പറഞ്ഞല്ലോ എന്താണ് മെറിഡിയൻസ്? നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് മൂവ് ചെയ്യുന്ന പോകുന്ന സെമി സർക്കിൾ ആയിട്ടുള്ള ലൈൻസ് നമുക്ക് എന്ത് വിളിക്കാം? ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ് അല്ലെങ്കിൽ മെറിഡിയൻസ് എന്ന് വിളിക്കാം. മുന്നത്തെ നമ്മൾ എന്താണ് പറഞ്ഞത്? പാരലൽ ലൈൻസ് ആണെന്ന് പറഞ്ഞു, ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു. ഇതെന്ന് പറയുന്നത് എന്താണ്? സെമി സർക്കുലർ ലൈൻസ് ആണ്. തിരിഞ്ഞു പോകരുത് കേട്ടോ. ഓക്കെ, unlike parallels of latitudes or longitudes or meridians are of equal of length. അല്ലേ? എല്ലാ ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ എന്ത് പറയാം? എല്ലാ ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ലെങ്ത് ആണ്. അല്ലാതെ തുല്യമായ ലെങ്ത് ആണെന്ന് പറയാം. They are not parallel to each other. എന്ന് പറയുന്നത് എന്താണ്? പാരലൽ ലൈൻസ് അല്ല. മറ്റേതെന്തായിരുന്നു? പാരലൽ ലൈൻസ് ആണ്. ഇവിടെ എന്താണ്? പാരലൽ ലൈൻസ് അല്ല. They meet at the poles. ഇത് എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്? പോൾസിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലോങ്ങിറ്റ്യൂഡ്സ് ലൈൻസ് എല്ലാം മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? പോൾസിലാണ്. രണ്ട് ധ്രുവങ്ങളിലാണ്. നോർത്ത് പോളിലും സൗത്ത് പോളിലുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മീറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? പാരലൽ ലൈൻസ് അല്ല. ഓക്കെ, the meridians are also measured in degrees. അല്ലേ? നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് മെഷർ ചെയ്യുന്നതുപോലെ തന്നെ നമ്മൾ ലോങ്ങിറ്റ്യൂഡ്സും എന്താണ് മെഷർ ചെയ്യുന്നത്? ഡിഗ്രിയിൽ തന്നെയാണ്. അല്ലേ? നമ്മൾ പറഞ്ഞു 23.5 ഡിഗ്രി നോർത്ത്, 23.5 ഡിഗ്രി സൗത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അതുപോലെ നമ്മുടെ ഈ ലോങ്ങിറ്റ്യൂഡ്സ് ലൈൻസും മെഷർ ചെയ്യുന്നത് എന്തിലാണ്? ഡിഗ്രീസിലാണ്. The meridian that passes through Greenwich is marked as 0 degree and named the prime meridian. നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് ലൈൻസ് എല്ലാം മെഷർ ചെയ്യുന്നത് ഇക്വേറ്ററിൽ നിന്നാണ് അല്ലേ? 0 ഡിഗ്രിയിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്ത് പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ the meridians that passes through Greenwich is marked as 0 degree. Greenwich എന്ന് പറയുന്ന
ലൈനിലൂടെയാണ് നമ്മൾ ഗ്രീൻവിച്ച് എന്ന് പറയുന്ന ലൈനിലൂടെയാണ് എന്ത് പാസ് ചെയ്ത് പോകുന്നത്, നമ്മുടെ ലോങ്ങിറ്റ്യൂഡ്സ് പോകുന്നത്. ഗ്രീൻവിച്ച് എന്ന് പറയുന്നത് എന്താണ്, 0 ഡിഗ്രിയിലാണ് കേട്ടോ. ഗ്രീൻവിച്ച് എന്ന് പറയുന്നത് എന്താണ്, 0 ഡിഗ്രിയിലാണ്. പ്രൈം മെറിഡിയൻ, അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, 0 ഡിഗ്രിയിലുള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാം, പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കാം. എന്താണ് പറഞ്ഞത്, എന്താണ് പ്രൈം മെറിഡിയൻ, പറഞ്ഞത് എന്താണ് പ്രൈം മെറിഡിയൻ. ഓക്കേ, പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്, 0 ഡിഗ്രിയാണ്. ഇവിടെ ലാറ്റിറ്റ്യൂഡ്സിന്റെ കേസിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഇക്വേറ്റർ ആണ് എന്ന് പറയുന്നത് 0 ഡിഗ്രി എന്ന് പറഞ്ഞു. ഇതെന്ന് പറയുന്ന പാരലൽ ലൈൻസ് അല്ല, ഇതെല്ലാം ജോയിൻ ചെയ്യുന്നത് എവിടെയാണ്, മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്, പോൾസിലാണെന്ന് നമ്മൾ പറഞ്ഞു. നോക്കാം, the other meridians east and west of the prime meridians are numbered from 0 to 180 degree. മറ്റുള്ള മെറിഡിയൻ ലൈൻസ് ഉണ്ടല്ലോ, അതായത് ലോങ്ങിറ്റ്യൂഡ് ലൈൻസ് ഉണ്ടല്ലോ, അതെല്ലാം എവിടുന്നാണ് മെഷർ ചെയ്യുന്നത് അറിയാമോ, 0 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെയാണ് അതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് പോകരുത്. നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ ആയിരുന്നു. ലോങ്ങിറ്റ്യൂഡ്സ് അതായത് മെറിഡിയൻസ് എന്ന് പറയുന്നത് 0 ഡിഗ്രി മുതൽ 0 ഡിഗ്രി ടു 180 ഡിഗ്രി വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ക്ലിയർ ആണ്? ഇതെന്ന് പറയുന്നത് എവിടുന്നാണ്, എവിടുന്നുള്ളതാണ്, ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക് പോകുന്ന പ്രൈം മെറിഡിയൻസിൽ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, 0 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക് പോകുക. The meridians to the east of the prime meridians are marked as E and the west are marked as W. അല്ലേ, നമ്മൾ നോർത്തും സൗത്തും മാർക്ക് ചെയ്ത പോലെ അല്ലേ, നോർത്തിന് നമ്മൾ N എന്നും സൗത്തിന് നമ്മൾ S എന്നും കൊടുത്തതുപോലെ ഈസ്റ്റിൽ നിന്ന് പോകുന്ന മെറിഡിയൻസ് നമ്മൾ ഏത് ലെറ്ററിലാണ് നോട്ട് ചെയ്യുന്നത്, ഇയും സൗത്തിൽ നിന്ന് പോകുന്ന വെസ്റ്റിൽ നിന്ന് വരുന്നത് നമുക്ക് ഏത് ലെറ്ററിലാണ് നോട്ട് ചെയ്യുന്നത്, ഡബ്ല്യൂയിലുമാണ്. അറിയാലോ, നോട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ഇത് എത്ര ഡിഗ്രീസിന് ഇടയിലായിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, 0 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയിലായിട്ടാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ മെറിഡിയൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ് മനസ്സിലായോ. മെറിഡിയൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് എന്താണ്, സെമി സർക്കുലർ ആയിട്ടുള്ള ലൈൻസ് ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, പാരലൽ ലൈൻസ് അല്ല. അവ ജോയിൻ ചെയ്യുന്നത് എവിടെയാണ്, മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്, പോൾസിലാണ്. 0 മുതൽ 180 ഡിഗ്രി വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ മെഷർ ചെയ്യുന്നത്. അല്ലേ, ഗ്രീൻവിച്ച് ലൈൻ അല്ലേ, പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത് എത്രയാണ്, 0 ഡിഗ്രിയാണ്. ക്ലിയർ ആണ്? ഓക്കെ, the hemisphere to the east 0 degree is called eastern hemisphere. The hemisphere to the west is called the western hemisphere. അല്ലേ, നമ്മൾ പറഞ്ഞു 0 ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, ഗ്രീൻവിച്ച് അല്ലേ, പ്രൈം മെറിഡിയൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ പ്രൈം മെറിഡിയന് ഈസ്റ്റ് പാർട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം, ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വെസ്റ്റ് ആയിട്ടുള്ള പാർട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം, വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വിളിക്കാം. എന്താണ്, ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വിളിക്കാം. നോക്കിക്കേ, the hemisphere to the east of 0 degree അല്ലേ, 0 ഡിഗ്രിക്ക് മുകളിലായിട്ടുള്ള ഈസ്റ്റേൺ പാർട്ടിനെ 0 ഡിഗ്രിക്ക് മുകളിലുള്ള ഈസ്റ്റേൺ പാർട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം, ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വെസ്റ്റേൺ പാർട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം, വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വിളിക്കാം. എന്താണ്, ഈസ്റ്റേൺ ഹെമിസ്ഫിയറും പിന്നെന്താണ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വിളിക്കാം. എന്താണ്, വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വിളിക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ഗ്രീൻവിച്ച് രേഖയിൽ നിന്നും ഈസ്റ്റേൺ പാർട്ടിനെ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ, അതായത് 0 ഡിഗ്രിക്ക് മുകളിലുള്ളതിനെ നമുക്ക് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും താഴെയുള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാം, വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വിളിക്കാം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമ്മള് നോർത്തേൺ ഹെമിസ്ഫിയർ പറഞ്ഞു, സദേൺ ഹെമിസ്ഫിയർ പറഞ്ഞു, ഈസ്റ്റേൺ ഹെമിസ്ഫിയർ പറഞ്ഞു, വെസ്റ്റേൺ ഹെമിസ്ഫിയർ പറഞ്ഞു. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് the grid of latitudes and longitudes. എന്താണ് ഗ്രിഡ്, അറിയാമോ? നമുക്ക് നോക്കിക്കേ, the grid is a network of latitudes and longitudes drawn on the globe. അല്ലേ, നമ്മൾ പറഞ്ഞു നമ്മുടെ ഗ്ലോബിൽ കുറേ ലൈൻസ് ഉണ്ട്, അത് നമ്മുടെ എർത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇതൊക്കെ എന്താണ്,
ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഗ്ലോബിൽ ഇത് വരച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ. അത് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്നും ലോങ്ങിറ്റ്യൂഡ്സ് എന്നും പറഞ്ഞു അല്ലേ. ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് പാരലൽ ആണ്, ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് സെമി സർക്കുലർ ലൈൻസ് ആണെന്നൊക്കെ പറഞ്ഞു. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ജോയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. നോക്കിക്കേ, the grid is a network of latitudes and longitudes drawn on the globe അല്ലേ. നമുക്കറിയാം നമ്മുടെ എന്താണ് ലാറ്റിറ്റ്യൂഡ്സ് ഇങ്ങനെ പോകുമ്പോൾ എന്താണ് ലോങ്ങിറ്റ്യൂഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോ ലാറ്റിറ്റ്യൂഡ്സും ലോങ്ങിറ്റ്യൂഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ എന്തായി മാറുന്നു? ഒരു നെറ്റ്വർക്ക് പോലെ മാറുന്നു. ഇതിനാണ് എന്തെന്ന് പറയുന്നത്? ഗ്രിഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നോക്കിക്കേ, the grid is a network of latitudes and longitudes drawn on the globe അല്ലേ. ഗ്ലോബിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. നോക്കിക്കേ, നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സ് ലോങ്ങിറ്റ്യൂഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ജോയിൻ ചെയ്യുന്നുണ്ട്. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഗ്രിഡ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഗ്രിഡ്? GRID, ഗ്രിഡ്. ക്ലിയർ ആണേ? ഓക്കെ, both the lines intersect each other at a right angle അല്ലേ. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, കൂട്ടിയോജിപ്പിക്കുന്നുണ്ട്. If we know the point of crossing these lines, we can locate a place correctly അല്ലേ. ഈ ലോങ്ങിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇത് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. എന്തിനാണെന്ന് അറിയാമോ? പ്ലേസ് ഐഡന്റിഫൈ ചെയ്യുന്നതിന്, ഇത് നമ്മളെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ലൊക്കേറ്റ് ചെയ്യുന്നതിന് ഇത് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഗ്രിഡ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ലോങ്ങിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് നമുക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ഒരു പ്ലേസിനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കിക്കേ, thus the grid help us locate different places on the globe or on the map. ഈ ഗ്രിഡ് ആണ് നമുക്ക് ഗ്ലോബിലായാലും അല്ലെങ്കിൽ മാപ്പിലായാലും ഒരു പ്ലേസ് ലൊക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. For example, if we know the latitudes and longitudes of Mumbai, ഇത് നമുക്കറിയാം മുംബൈയുടെ ലോങ്ങിറ്റ്യൂഡ് എന്താണ്, ലാറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ we can find the location of Mumbai on the map. അപ്പോൾ നമുക്ക് മാപ്പിൽ അല്ലെങ്കിൽ ഗ്ലോബിൽ നമുക്ക് മുംബൈയുടെ ലൊക്കേഷൻ എവിടെയാണ്, ഏത് പ്ലേസിന് അടുത്തായിട്ടാണ് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. The latitude of Mumbai is 90 degree north and the longitude is 73 degree east. ഇപ്പോൾ പറയുകയാണ് നമ്മുടെ മുംബൈയുടെ ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത് 90 ഡിഗ്രി നോർത്ത് എന്നും മുംബൈ എന്ന് പറയുന്നത് 90 ഡിഗ്രി നോർത്തും ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത് 73 ഡിഗ്രി ഈസ്റ്റുമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 90 ഡിഗ്രി നോർത്തും 90 ഡിഗ്രി നോർത്തിലാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത് 73 ഡിഗ്രി ഈസ്റ്റുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മാപ്പിൽ മുംബൈ ഏത് പ്ലേസിലാണ്, ഏത് ലൊക്കേഷനിലാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. The location of Mumbai will be at the point. Okay, ആ ഒരു പോയിന്റിലായിരിക്കും നമുക്ക് മുംബൈയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. Where the parallel of 90 degree north and the meridian of 73 degree east intersect each other. ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ parallel lines-ഉം latitudes-ഉം longitudes എന്ത് ചെയ്യുന്നത്? അവിടെ ജോയിൻ ചെയ്യുന്നത്. ആ ഒരു പ്ലേസ് ആണ് ഇതെന്ന് പറയുന്നത് മുംബൈ എന്ന് പറയുന്നത്. അതുവഴി നമുക്ക് ആ ഒരു പ്ലേസ് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Thus, the grid helps us to locate any place on the globe or on the map. മുംബൈ മാത്രമാണോ? അല്ല, നമുക്ക് ഏതൊരു പ്ലേസിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഗ്രിഡ് എന്താണെന്ന് മനസ്സിലായോ? എന്താ ഗ്രിഡ്? The grid is a network of latitudes and longitudes drawn on the globe. അതാണ് എന്തെന്ന് പറയുന്നത്? ഗ്രിഡ് എന്ന് പറയുന്നത് അല്ലേ. ലാറ്റിറ്റ്യൂഡ്സ് ലോങ്ങിറ്റ്യൂഡ്സ് അവിടെ എന്ത് ചെയ്യുന്നു? ഇന്റർസെക്ട് ചെയ്യുന്നു. അതുവഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു പ്ലേസിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സ് ലോങ്ങിറ്റ്യൂഡ്സ് ഹെൽപ്പ് എന്താണെന്ന് മനസ്സിലായോ എല്ലാവർക്കും? നെക്സ്റ്റ് നോക്കിക്കേ, ഇത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. അത് നമ്മൾ എന്താ പഠിക്കാനായിട്ട് പോകുന്നത്? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. എന്താണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് വെച്ചാൽ നോക്കിക്കേ, the 180th meridian was designated as the international date line by the International Meridian Conference held in Washington DC in 1884.
1884 ഇന്റർനാഷണൽ മെറിഡിയൻ കോൺഫറൻസ് അല്ലെ വാഷിംഗ്ടൺ DC-യിൽ ഒരു കോൺഫറൻസ് നടന്നു. അവിടെയാണ് ഇന്റർനാഷണൽ മെറിഡിയൻ കോൺഫറൻസ് 1884 വാഷിംഗ്ടൺ DC-യിൽ വെച്ച് ഒരു കോൺഫറൻസ് നടത്തിയിരുന്നു. അവിടെ എന്താണ് ഡെസിഗ്നേറ്റ് ചെയ്തത്? the 180th മെറിഡിയൻ അല്ലെ അതാണ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. എന്താണ് ഇന്റർനാഷണൽ അല്ലെ അന്താരാഷ്ട്രപരമായിട്ട് ഡേറ്റ് ലൈൻ എന്ത് ചെയ്തു? അവിടെ ഡെസിഗ്നേറ്റ് ചെയ്തു. നോക്കാം നമുക്ക് അതിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ is crossed from west to east. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അല്ലെ നമുക്കറിയാം കുറേ രാജ്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ അല്ലെ. അപ്പോ if the international date line is crossed from west to east, international date line അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് പോകുമ്പോൾ എന്താണ് ഒരു ദിവസം അധികമാകുന്നത്. ഓക്കെ ഒരു ഡേ എന്തുണ്ടാകുന്നു? അധികമാകുന്നു വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക്. A day is added. അതായത് it means that if it is Monday on the American side, it will be Tuesday on the Asiatic side. അല്ലേ നമ്മൾ പറഞ്ഞു വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് പോകുന്നവർ എന്താണ് ഒരു ദിവസം എന്താണ് അധികമായിരിക്കും. വെസ്റ്റിൽ ഒരു ഡേ ആയിരിക്കും. വെസ്റ്റിൽ മൺഡേ ആണെങ്കിൽ ഈസ്റ്റിൽ എന്തായിരിക്കില്ല? മൺഡേ ആയിരിക്കില്ല. അവിടെ എന്തായിരിക്കും? ട്യൂസ്ഡേ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അനുസരിച്ച് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ എന്താണ് ഒരു ഡേ എന്താണ് അവിടെ ആഡ് ചെയ്യുന്നത്. വെസ്റ്റിൽ മൺഡേ ആണെങ്കിൽ ഈസ്റ്റിൽ എന്താണ് ട്യൂസ്ഡേ ആയിരിക്കും. അതായത് നോക്കിക്കേ അമേരിക്കൻ സൈഡിൽ മൺഡേ ആണെങ്കിൽ ഏഷ്യാറ്റിക് സൈഡിൽ എന്തായിരിക്കും? ഏത് ഡേ ആയിരിക്കും? ട്യൂസ്ഡേ ആയിരിക്കും. ക്ലിയർ ആയി? സിമിലർലി if we cross it from east to west, അതുപോലെ നമ്മൾ ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക് പോകും. മുന്നേ പറഞ്ഞത് എന്താണ്? വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് പോകുമ്പോൾ എന്താകുന്നു? ഒരു ഡേ ഇവിടെ ആഡ് ആകും. അതേസമയം നമ്മൾ ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക് പോകുമ്പോൾ എന്താണ്? ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നോക്കിക്കേ we dropped a day. നമുക്ക് അവിടെ ഒരു ദിവസം എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടമാകുന്നു. നോക്കിക്കേ therefore it is necessary to make correction in day by crossing the international date line. അല്ലേ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ഡേയ്സിന്റെ എണ്ണം അവിടെ കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ നോക്കിക്കേ നമ്മൾ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് പോവുകയാണ്. വെസ്റ്റിൽ നമുക്ക് മൺഡേ ആണെങ്കിൽ ഈസ്റ്റിൽ അവിടെ എന്തായിരിക്കാം? ട്യൂസ്ഡേ ആയിരിക്കാം. തിരിച്ച് നമ്മൾ ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക് പോവുകയാണ്. ഈസ്റ്റിൽ ട്യൂസ്ഡേ ആണെങ്കിൽ വെസ്റ്റിൽ എന്തായിരിക്കാം? ഒരു ദിവസം കുറവായിരിക്കാം. അവിടെ എന്തായിരിക്കാം? മൺഡേ ആയിരിക്കാം. മനസ്സിലായോ? അപ്പൊ നമുക്ക് അറിയാലോ പല സ്ഥലങ്ങളിലും എന്താണ് ഡേയ്സ് വ്യത്യാസമുണ്ട് അല്ലേ. അവിടുത്തെ എന്താണ് ടൈം എന്ന് പറഞ്ഞ എന്തുണ്ട്? വ്യത്യാസമുണ്ട് അല്ലേ. ഇത്ര മാത്രം മണിക്കൂർസ് തമ്മിൽ അവേഴ്സ് തമ്മിൽ എന്തുണ്ടോ? വ്യത്യാസമുണ്ട്. അതിനനുസരിച്ച് ഡേയ്സും എന്താകുന്നുണ്ടേ? മാറുന്നുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അല്ലേ ഇത് ഗ്ലോബ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. ഗ്ലോബ് എന്ന് പറയുന്നത് എന്താണെന്നും ഗ്ലോബ് നമ്മുടെ എർത്തിന്റെ മോഡലാണെന്നും അതിൽ നമ്മൾ കുറെ ലൈൻസ് ഉണ്ടെന്നും നോർത്തേൺ ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയർ, വെസ്റ്റേൺ ഹെമിസ്ഫിയർ, ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അതിൽ കുറെ ലൈൻസ് ഉണ്ടെന്നും അത് എന്തുമാത്രം ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, ആ ലൈൻസിന്റെ നെയിംസ് എന്താണ്, ലാറ്റിറ്റ്യൂഡ്സ് എന്താണ്, പിന്നെന്താണ് ലാറ്റിറ്റ്യൂഡ്സ് എന്താണ്, ലോങ്ങിറ്റ്യൂഡ്സ് എന്താണ് അല്ലേ. ലാറ്റിറ്റ്യൂഡ്സും ലോങ്ങിറ്റ്യൂഡ്സും ജോയിൻ ചെയ്യുന്നത് നമ്മൾ ഗ്രിഡ് എന്ന് വിളിച്ചു. ഈ ഗ്രിഡാണ് നമുക്ക് പ്ലേസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. എന്നൊക്കെ നമ്മൾ കാണും. മനസ്സിലായോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ അപ്പൊ എല്ലാവരും ടീച്ചർ ഒന്ന് പഠിപ്പിച്ചു നമുക്ക് എല്ലാവരും എന്ത് ചെയ്യുക? 2 times റീഡ് ചെയ്ത ശേഷം പേരിനെ കൊണ്ട് സൈൻ ചെയ്യുക. ഓക്കെ എല്ലാവരും ടീച്ചറിന് അയച്ചു തരണം. ഓക്കെ പേരിനെ കൊണ്ട് സൈൻ ചെയ്തിട്ട് ടീച്ചറിന് അതിന്റെ ഫോട്ടോ എടുത്ത് ടീച്ചറിന് അയച്ചു തരാം. ഓക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ ചാപ്റ്ററിൽ എന്താണ് പഠിപ്പിച്ചതിന്റെ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എക്സസൈസ് നോക്കാം. നോക്കിക്കേ ഫസ്റ്റ് വൺ ഡിഫൈൻ അല്ലേ ദ കോർഡിനേറ്റ്സ് എന്താണ്? പോൾ, ദ ഗ്രിഡ്, ദ ആക്സിസ് അല്ലേ. അറിയാമോ നിങ്ങൾക്ക് എന്താണെന്നുള്ളത്? ടീച്ചർ നോട്ട്സ് ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്തിരുന്നാൽ മതി. ഓക്കെ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ടീച്ചർ കുറച്ച് തന്നിരുന്നു. പിന്നെ ബാക്കിയുള്ള ആൻസർ ഫോളോയിങ് ക്വസ്റ്റ്യൻസിന് ആൻസർ ടീച്ചർ ഈ വീഡിയോയുടെ കൂടെ തരുന്നുണ്ട്. അത് എല്ലാവരും നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്യണം. അപ്പോൾ ഡിഫൈനും ആൻസർ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ടീച്ചർ തരാം. അതെല്ലാം നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്യും. നെക്സ്റ്റ് നോക്കിക്കേ fill in the blanks with the suitable words given below. fill in the blanks ആണ് പറഞ്ഞിരിക്കുന്നത്.
Pacific Ocean. Okay, അടുത്ത നോക്കാം. അടുത്ത എന്താണ്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. The dash meridian designated as the international dateline. ഏതാണ്? 180th meridian. എത്രയാണ്? 180th meridian. ഐഡിയ എല്ലാവരും 180. Okay, ഐഡിയ എല്ലാവരും കറക്റ്റ് ആയിട്ട് മിസ്റ്റോടെ റീഡ് ചെയ്യാൻ നോക്കിക്കേ. Asia is the largest continent on the earth. Second one, the globe is a man-made model of the earth. Third one, all meridians meet at the poles. Fourth one, the Pacific Ocean is the largest ocean on the earth. Fifth one, the 180th meridian is designed as the international dateline. Clear? Okay. I don't know, right? True or false statements. Okay, first one. The Tropic of Cancer lies in the southern hemisphere. Parne, southern hemisphere ആണോ നമ്മുടെ Tropic of Cancer നിലനിൽക്കുന്നത്? ആണോ? Tropic of Cancer true ആണോ false ആണോ? Tropic of Cancer ഏത് ഹെമിസ്ഫിയർ ആണുള്ളത്? എവിടെയാണ്? നോർത്തിലാണ് അല്ലേ? അപ്പോൾ false അല്ലേ? അപ്പോൾ റൈറ്റ് ചെയ്തത് എന്താണ്? false. എന്താണ്? false. റൈറ്റ് ചെയ്ത എല്ലാവരും എന്താണ്? ഫസ്റ്റ് വൺ എന്താണ്? false. Second one നോക്കിക്കേ. The Antarctic Circle lies in the hemisphere. Antarctic Circle എവിടെയാണ്? Northern Hemisphere ആണോ? The Antarctic Circle lies in the Northern Hemisphere. എന്താണ്? false. എന്താണ്? false. Third one, the surface of the earth is flat. Correct ആണോ? അല്ല. എന്താണ്? false ആണ്. flat ആണോ? അല്ല. Fourth one, the equator divides the earth into two equal halves. Equator divides the earth into two equal halves. True or false? എന്താണ്? true. Okay. Fifth one എന്താണ്? The equator represents a 23 half degree latitude. Equator represent ചെയ്യുന്നത് 23 half degree latitude ആണോ? അല്ല. അല്ലേ? 0 ഡിഗ്രി ആണല്ലേ? ഇതെന്താണ്? false. Correct right ചെയ്ത എല്ലാവരും നോക്കിക്കേ. The Tropic of Cancer lies in the southern hemisphere. false. The Antarctic Circle lies in the northern hemisphere. false. The surface of the earth is flat. എന്താണ്? false. The equator divides the earth into two equal halves. എന്താണ്? true. The equator represents the 23 half degree latitude. എന്താണ്? false. എല്ലാവരും കറക്റ്റ് റൈറ്റ് ചെയ്തോ? നോക്കാം നമുക്ക് നെക്സ്റ്റ് അടുത്ത എന്താണ്? മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? മാച്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. നോക്കിക്കേ. ഏത് സെക്ഷനിൽ എന്താ തന്നിരിക്കുന്നത്? ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എത്ര ഡിഗ്രിയിലാണ് കാണുന്നത്? പറഞ്ഞേ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എത്ര ഡിഗ്രിയിലാണ്? 23 ഹാഫ് ഡിഗ്രി നോർത്ത് ആണോ സൗത്ത് ആണോ? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്താണ്? സൗത്ത് അല്ലേ? 23 ഹാഫ് ഡിഗ്രി സൗത്തിലാണ് എന്ത് കാണപ്പെടുന്നത്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലേ? അപ്പോൾ മാച്ച് ചെയ്തേ. 23 ഹാഫ് ഡിഗ്രി സൗത്തിലാണ് എന്ത് കാണുന്നത്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഓക്കേ, നെക്സ്റ്റ് നോക്കിക്കേ. The Tropic of Cancer എവിടെയാണ്? പറഞ്ഞേ. 23 ഹാഫ് ഡിഗ്രി 23.5 ഡിഗ്രി നോർത്തിലാണ്. തേർഡ് വൺ ചെയ്തോ? അറിയാലോ നമുക്ക്. ഇക്വേറ്റർ എത്ര ഡിഗ്രിയിലാണ് പറഞ്ഞേ? 0 ഡിഗ്രി. ഇക്വേറ്റർ 0 ഡിഗ്രി. ഫോർത്ത് വൺ ഇതെല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ. ഫോർത്ത് വൺ ഇത് അന്റാർട്ടിക് സർക്കിൾ. അന്റാർട്ടിക് സർക്കിൾ എത്ര ഡിഗ്രിയിലാണ്? സൗത്തിലാണോ നോർത്തിലാണോ? സൗത്തിലാണ്. എത്രയാണ്? 66 ഹാഫ് ഡിഗ്രി south. Okay, clear ആയി? ഫിഫ്ത്ത് വൺ the Arctic Circle. Arctic Circle എത്രയാണ്? Arctic Circle എവിടെയാണ്? 66 ഹാഫ് ഡിഗ്രി നോർത്തിലാണ് എന്ത് കാണപ്പെടുന്നത്? ആർട്ടിക് സർക്കിൾ കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ലാറ്റിറ്റ്യൂഡ് ലൈൻസ്
എത്ര ഡിഗ്രിയിലാണ് കാണപ്പെടുന്നത് എന്നുള്ളത് എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിരിക്കണം. എക്സാമിന് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, അത് നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണേ? ഓക്കെ, അപ്പൊ എല്ലാവരും കറക്റ്റായിട്ട് മാച്ച് ചെയ്തല്ലോ. നെക്സ്റ്റ് നോക്കിക്കേ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, MCQs ആണ്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവരും ഒന്ന് വായിച്ചിട്ട് തന്നെ ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിച്ചിരുന്നാൽ മതി. ടീച്ചർ പറഞ്ഞുതരാം. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഓപ്ഷൻസ് ആയതുകൊണ്ട് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഹോംവർക്ക് ആയിട്ട് റൈറ്റ്. അപ്പൊ അവിടെ എല്ലാവരും എന്ത് ചെയ്യുക, ഹോംവർക്ക് എന്ന് റൈറ്റ് ചെയ്യുക. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഹോംവർക്ക് ആയിട്ട് റൈറ്റ് ചെയ്ത് ടീച്ചറിന് അയച്ചോ. ഓക്കെ, അപ്പൊ ടീച്ചർ ഇതുമായി ബന്ധപ്പെട്ട നോട്ട്സ് ടീച്ചർ തരുന്നുണ്ട്. അതെല്ലാം എന്ത് ചെയ്യുക, നോട്ട്ബുക്കിലേക്ക് നീറ്റായിട്ട് റൈറ്റ് ചെയ്ത് പഠിക്കുക. ഈ നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സ് ലൈൻസിന്റെ നെയിംസ് എല്ലാവരും എഴുതി പഠിക്കുക. ഓക്കെ, ടീച്ചർ വിളിക്കുമ്പോൾ ഇതിന്റെ സ്പെല്ലിംഗ് ഒരുപാട് ചോദിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും എഴുതി തന്നെ പഠിക്കുക. ലാറ്റിറ്റ്യൂഡ് ലൈൻസ് ഒക്കെ നെയിംസ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതി പഠിക്കുക. നല്ല രീതിയിൽ എല്ലാവരും പഠിക്കുക. ടീച്ചർ വിളിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് ആൻസർ പറയാം. ഓക്കെ, ചെയ്യല്ലോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. സുഖമായിട്ടിരിക്കുന്നല്ലോ. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് കാര്യങ്ങളെല്ലാം അന്നത്തെ ദിവസം തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഹിന്ദി പഠിക്കാമേ. അപ്പൊ ടെക്സ്റ്റ് ബുക്കൊക്കെ എല്ലാവരും എടുത്ത് ഹിന്ദിയുടെ എടുത്തോ? ടെക്സ്റ്റ് ബുക്കൊക്കെ എല്ലാവരും എടുത്തോ? എടുത്തെങ്കിൽ പേജ് നമ്പർ 4 പേജ് നമ്പർ 4 നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഹിന്ദിയുടെ ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചു അല്ലെ? ഒരു പോയം ആയിരുന്നു അല്ലെ? പുഷ്പ കി അഭിലാഷ് അല്ലെ? ഒരു പൂവിന്റെ ആഗ്രഹങ്ങൾ അല്ലെ? പൂവിന്റെ ആഗ്രഹങ്ങൾ എന്നുള്ള ആ പാട്ടിൽ നമ്മള് പൂവ് എന്തിനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് അല്ലെ? തലയിൽ വെച്ച് ചൂടാനോ അല്ലെങ്കിൽ ആഭരണമായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ ഒരു അലങ്കാര വസ്തുവായിട്ട് മാറാനൊന്നും പൂവിന് ആഗ്രഹമില്ല. നമ്മുടെ നാടിന് വേണ്ടി വീട് മുറ്റി വഹിച്ച പട്ടാളക്കാരെ അവരുടെ ഓർമ്മയ്ക്കായിട്ട് അവരെ നമ്മള് ഇൻവൈറ്റ് ചെയ്യാനായിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ പൂവിനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആരും പൂവിച്ചുകൊണ്ട് പോകണ്ട എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നല്ലൊരു പോയമാണെന്നുള്ള ആദ്യ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. അപ്പൊ അതിന്റെ മീനിങ് ഒക്കെ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ലയോ? പഠിച്ച് കേൾപ്പിച്ചിട്ട് എല്ലാവരും കേൾപ്പിച്ചു. അപ്പൊ നോക്കിക്കേ, അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സസൈസ് ആണ് നിങ്ങൾക്ക് അടുത്ത തന്നിട്ടുള്ളത്. കണ്ടോ? അപ്പൊ അത് പറഞ്ഞിരിക്കുന്നത് നിമ്നലിഖിത ശബ്ദോ കാ അർത്ഥ് അംഗ്യോ സേ नीम लिखिए. അതായത് റൈറ്റ് ദ മീനിങ് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്. തന്നിട്ടുള്ളത് ഹിന്ദി മീനിങ്, ഹിന്ദി വേർഡ്സ് ആണ്. ആ ഹിന്ദി വേർഡ്സിന്റെ ഇംഗ്ലീഷിലുള്ള മീനിങ് എഴുതണം കേട്ടോ. അപ്പം അതിന് ചിലതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ മീനിങ് പഠിച്ച കൂട്ടത്തിൽ പഠിച്ചു പോകാനായിരിക്കും. 2-3 എന്താണ് ന്യൂ വേർഡും ഉണ്ട് കേട്ടോ. അപ്പൊ അതെന്തായാലും ടീച്ചറാണ് ഇവിടെ നിങ്ങൾക്ക് പിക്ചർ കാണിക്കുന്നുണ്ട്. ഓരോന്നിന്റെയും ഹിന്ദി വാക്കും അതിന്റെ ഇംഗ്ലീഷ് മീനിങ്ങിന് ടെക്സ്റ്റ് ബുക്കുകൾ ഹിന്ദി വേർഡും അതിന്റെ ഇംഗ്ലീഷ് മീനിങ്ങും ആണ് തരുന്നത്. അപ്പൊ അത് നോക്കി തെറ്റിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിനകത്തോട്ട് പെൻസിൽ കൊണ്ട് എന്ത് ചെയ്യുക, ഫിൽ ചെയ്യുക കേട്ടോ. നോക്കിയതാ പിക്ചർ നോക്കിയേ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ചാക്ക് അല്ലെ? ചാക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീനിങ് എന്ന് പറയുന്നത് വിഷ് അല്ലെ? വിഷ് ചെയ്യുക. നമ്മൾ പറയത്തില്ലേ എന്താണ് വിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാലത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിഷ് ചെയ്യും അല്ലെ? അഭിനന്ദിക്കും അല്ലെ? അപ്പോ വിഷ്. ചാക്ക് എന്ന് പറഞ്ഞാൽ വിഷ്, WISH വിഷ്. ഓക്കെ, സെക്കൻഡ് പദ് അല്ലെ? പദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേ, WAY വേ. വേ എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് അർത്ഥം കേട്ടോ. വഴി, നമ്മൾ നടന്നു പോകുന്ന വഴികളുണ്ടല്ലോ, ആ വഴി എന്നുള്ളതാണ് പദ് എന്നുള്ളതിന്റെ അർത്ഥം. അപ്പോ ഫസ്റ്റ് പറഞ്ഞത് ചാക്ക് എന്ന് പറഞ്ഞാൽ വിഷ്. സെക്കൻഡ് പറഞ്ഞത് പദ് എന്ന് പറഞ്ഞാൽ വേ, വേ എന്ന് പറഞ്ഞാൽ വഴി. മൂന്നാമത്തത് സുർബാല. സുർബാല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഡിവൈൻ അല്ലെ? എന്താണ്? ഡിവൈൻ. നമ്മൾ സുർബാല എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? അപ്പോ ഡിവൈൻ, DIVINE ഡിവൈൻ. ഡിവൈൻ എന്ന് പറഞ്ഞാൽ ദിവ്യമായിട്ടുള്ള അല്ലെങ്കിൽ അദൃശ്യമായിട്ടുള്ള ഒരു ശക്തി അല്ലെ? നമ്മുടെ ദൈവത്തിലേക്ക് നമ്മൾ പറയുമ്പോൾ പറയുന്നില്ല
DINE divine. അടുത്തത് പറയുന്നത് ഇഡ്ലാന. എന്താണ് ഇഡ്ലാന എന്ന് പറഞ്ഞാൽ പ്രൗഡ്. പ്രൗഡ് എന്ന് പറഞ്ഞിട്ടാണ് അഭിമാനം എന്നൊക്കെ പറയില്ലേ, പ്രൗഡ്, PROUD, പ്രൗഡ്. അപ്പോ അവിടെ പറഞ്ഞിട്ടാണ് സുർബാല എന്ന് പറഞ്ഞാൽ ഡിവൈൻ, ദിവ്യമായ, പിന്നെ ഇഡ്ലാന എന്ന് പറഞ്ഞാൽ പ്രൗഡ് അല്ലെ, അഭിമാനം എന്നൊക്കെ അർത്ഥം. അടുത്തത് അഞ്ചാമത്തത് സിർ. സിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെഡ്, തല അല്ലേ. സിർ നമുക്ക് തലയൊക്കെ ഉണ്ട്, നമ്മുടെ തല, അതിനാണ് എന്തെന്ന് പറയുന്നത് സിർ. സിർ എന്ന് പറഞ്ഞാൽ ഹെഡ്, HEAD, ഹെഡ്. അടുത്തത് വനമാലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാർലൻഡ്, GARLAND, ഗാർലൻഡ്, അതായത് മാല കേട്ടോ. നമ്മുടെ കഴുത്തിലൊക്കെ ഇടുന്ന പൂമാലയും മറ്റു മാലയ്ക്ക് എന്താണ് ഗാർലാൻഡ് എന്ന് പറയുന്നത്, ഇത് ഗാർലാൻഡ്. ഏഴാമത്തേത് ഗഹന. ഗഹന എന്ന് പറഞ്ഞാൽ ഓർണമെന്റ് അല്ലെ, ആഭരണങ്ങൾ, ഓർണമെന്റ്, ORNAMENT, ഓർണമെന്റ്. ഓർണമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഭരണങ്ങൾ. അപ്പോ അഞ്ചാമത്തേത് സിർ. സിർ എന്ന് പറഞ്ഞാൽ ഹെഡ്, തല. ദെൻ വനമാലി എന്ന് പറഞ്ഞാൽ ഗാർലാൻഡ് അല്ലെ, മാല എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. ദെൻ ഗഹന എന്ന് പറഞ്ഞാൽ ഓർണമെന്റ്, ആഭരണങ്ങൾ. ദെൻ എട്ടാമത്തേത് ദൂദ്ന എന്ന് പറഞ്ഞാൽ ടു ബി ബ്രദർ. ടു ബി ബ്രദർ, റീത്ത് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. റീത്ത് വെക്കുക അല്ലെങ്കിൽ റീത്ത് ചെയ്യുക എന്നുള്ളതാണ് എന്റെ അർത്ഥം. അടുത്തത് മാതൃഭൂമി. മാതൃഭൂമി എന്ന് പറഞ്ഞാൽ മദർലാൻഡ് അല്ലെ. മദർലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജനിച്ച നമ്മുടെ സ്വന്തം, നമ്മുടെ സ്ഥലം അല്ലെ, നമ്മുടെ ജന്മഭൂമി അല്ലെ. അപ്പോ മാതൃഭൂമി എന്ന് പറഞ്ഞാൽ മദർലാൻഡ്, നമ്മുടെ ജന്മഭൂമി. ലാസ്റ്റ് എന്താണ്? ഭാഗ്യം അല്ലെ. ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേറ്റ് അല്ലെ, വിധി, FATE, ഫേറ്റ്, വിധി, FATE. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഫേറ്റ്, വിധി എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പൊ അവിടെ ഒന്നുകൂടി നോക്കിക്കേ. എട്ടാമത് പറഞ്ഞത് ദൂദ്ന എന്ന് പറഞ്ഞാൽ ടു ബി ബ്രദർ. ദെൻ മാതൃഭൂമി, മദർലാൻഡ്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഫേറ്റ്. ഓക്കെ, കണ്ടോ? അടുത്ത രീതി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. निम्नलिखित प्रश्नों के उत्तर दीजिए. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താൻ തന്നിട്ടുള്ള 5 ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് അതിന്റെ ഓരോന്നിന്റെ ആൻസർ ടീച്ചർ താങ്കളുടെ കാണിച്ച് നിങ്ങൾക്ക് അതിന്റെ അർത്ഥം പറഞ്ഞു തരും കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൂൾ ക്യാ ചാഹതാ ഹൈ. പുഷ്പം എന്തൊക്കെയാണ് ആഗ്രഹിച്ചത്? പുഷ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ആഗ്രഹിച്ചത് എന്നുള്ളതാണ് ആദ്യം നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ആൻസർ നോക്കിയേ, ടീച്ചറുടെ കാണിക്കുന്നുണ്ട്. फूल चाहता है कि मुझे तोड़कर उस मार्ग से फेंक दे जिस मार्ग से वीर सैनिक जाते हैं. पैरों के नीचे दबकर वह अपना जीवन धन्य मानता है. അല്ലേ, അതായത് എന്താ പറയുന്നത്? പുഷ്പം എന്താണ് ആഗ്രഹിച്ചത് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്താണ് പുഷ്പം ആഗ്രഹിച്ചത്? പുഷ്പം ആഗ്രഹിക്കുന്നത് ഫൂൾ ചാഹതാ ഹൈ, പുഷ്പം ആഗ്രഹിക്കുന്നത് എന്താണ്? മുझे तोड़कर उस मार्ग से फेंक दे, അതായത് എന്താണ്? തന്നെ എന്ത് ചെയ്യുക? വഴിയോര പാതകളിൽ എന്ത് ചെയ്യുക? ഇടുക. ചെടിയിൽ നിന്ന് വെച്ച് വഴിയോര പാതയിൽ തറയിൽ തന്നെ ഇട്ടേക്കുക. ജിസ് മാർഗ് സേ വീർ സൈനിക് ജാത്തെ ഹൈ, ഈ വഴിയിലൂടെ ധീര ജവാന്മാർ എന്ത് ചെയ്യും? നടന്നു പോകും. നടന്നു പോകുമ്പോൾ पैरों के नीचे दबकर वह अपना जीवन धन मानता है, അവർ നടന്നു പോകുമ്പോൾ അവരുടെ കാൽ സ്പർശം, അവർ ആ പൂവിനെ ചവിട്ടിക്കൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അവരെ ആദരിക്കാൻ വേണ്ടിയിട്ട് വഴിയോരങ്ങളിലെല്ലാം ഇങ്ങനെ പുഷ്പം കിടക്കുമ്പോൾ അതിലൂടെ തന്റെ ജീവിതം വളരെയധികം ധന്യമായി തീരും, മഹത്തായി മാറും എന്നാണ് പുഷ്പം എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. ഉണ്ടോ? അതായത് സൈനികര്, പട്ടാളക്കാർ നടന്നു പോകുന്ന വഴിയിൽ ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുക? കൊണ്ടുവന്നിടുക. അപ്പൊ അവര് നടന്നു പോകുമ്പോൾ അവരുടെ കാലിൽ കൊണ്ട് ഈ പൂവിനെ ചവിട്ടും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ തന്റെ ജീവിതം, പുഷ്പത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം ധന്യമായി തീരുമെന്നാണ് പറയുന്നത്. അതാണ് പൂവ് എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫൂൽ ക്യാ नहीं चाहता है. പുഷ്പം എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ട, തനിക്ക് ചെയ്യേണ്ട, തന്നെ കൊണ്ട് ചെയ്യിക്കേണ്ട എന്ന് പറയുന്നത്, വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്.
നോക്കിയേ ആൻസർ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. फूलों के देव कन्यों के गहनों में दूर जाने की अभिलाषा नहीं है. അതായത് ദേവന്മാരുടെ ആഭരണങ്ങളിൽ തങ്ങൾക്ക് ഒരു മാലയെ പോലെ ദേവന്മാരുടെ വിഗ്രഹങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു മാലയായിട്ടൊന്നും തനിക്ക് മാറാൻ ഒട്ടും ആഗ്രഹമില്ല. फूलों के प्रेमी माला में रहकर प्रेयसी की लालसाना नहीं है. അതായത് പൂമാലയായിട്ട് മാറി നമ്മൾ പറഞ്ഞു കല്യാണത്തിനൊക്കെ വധുവരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇടുന്ന കാര്യമൊക്കെ പറഞ്ഞില്ല. അങ്ങനെ ഒരാളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരാളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാലയായിട്ടൊന്നും ഇടാനുള്ളതിൽ എന്നെ എന്ത് ചെയ്യണ്ട വെക്കണ്ട. പിന്നെ उन्हें महाराज के शव पर काले जाने की इच्छा नहीं है. അല്ലെ മഹാരാജാക്കന്മാരെ രാജാക്കന്മാരുടെ ശവശരീരത്തിലൊന്നും റീത്തായിട്ടോ അല്ലെങ്കിൽ അവരെ പൂജിക്കാനുള്ള മാലയായിട്ടോ ഒന്നും എന്നെ വെക്കണ്ട. वे देवताओं के सिर पर शक्कर गौ नहीं करना चाहते. അല്ലെ ദേവന്മാരുടെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളിലും ഒക്കെ ആ ദേവന്മാരുടെ തലയിൽ വെക്കാനും അല്ലെങ്കിൽ അവരുടെ ആഭരണങ്ങളായിട്ട് മാറാനും അവരുടെ തലയിൽ ചൂടി കിരീടമായിട്ടൊന്നും വെക്കാനും ഒന്നും വേണ്ടി എന്ത് ചെയ്യേണ്ട ഒന്നും നിങ്ങൾ ആ ചെടിയിൽ നിന്നും പിച്ചിക്കൊണ്ട് പോവുകയേ വേണ്ട എന്നാണ് പുഷ്പം പറയുന്നത്. അല്ലെ പൂവ് പറയുന്നത്. ഇതൊക്കെയാണ് പൂവ് നമ്മളോട് അതൊരു ചെറിയ ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പൊ അത് നിങ്ങൾ സമയം എടുത്ത് പഠിക്കണം കേട്ടോ കേട്ടോ. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇനി എന്റെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. മാതൃഭൂമി पर शीशा चलाने कौन जाते थे. അല്ലെ ആരാണ് മാതൃഭൂമിക്ക് ജനിച്ച നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ തല കളയാൻ പോലും അല്ലെങ്കിൽ വീരമൃത്യു വരിക്കാനായിട്ട് നിൽക്കുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ആരാണ്? നമ്മുടെ സൈനികർ അല്ലെ നമ്മുടെ പട്ടാളക്കാരല്ലേ. അപ്പോ ആൻസർ നോക്കിക്കേ. മാതൃഭൂമി पर शीशा चलाने वीर सैनिक जाते हैं. വീരരായിട്ടുള്ള സൈനികർ അല്ലെ വീരരായിട്ടുള്ള സൈനികർ പട്ടാളക്കാരാണ് നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി അവർക്ക് തല കളയാൻ പോലും തയ്യാറായിട്ട് നിൽക്കുന്നത്. അതായത് വീരമൃത്യു വരിക്കാൻ പോലും തയ്യാറായിക്കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ഓരോ ദിവസവും നിൽക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ. കവിത കെ കവി കോൺ ഹൈ. നമ്മുടെ ഈ കവിത എഴുതിയിരിക്കുന്ന വ്യക്തി അല്ലെ ആരാണെന്നാണ് ചോദിക്കുന്നത്. ആരാണ്? നമ്മൾ പഠിച്ചതാണ്. നമ്മളുണ്ട് ടീച്ചർ കാണിക്കുന്നുണ്ട്. इस कविता के कवि श्री മക്കൻകാൽ ചതുർവേദി. മക്കൻകാൽ ചതുർവേദി എന്ന വ്യക്തിയാണ് ഈ ഒരു പദ്യത്തിലെ പോയം എഴുതിയിരിക്കുന്നത്. മക്കൻലാൽ ചതുർവേദി. इस कविता के कवि श्री मखनलाल चतुर्वेदी है. എഴുതിട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. इस कविता का संदेश क्या है. ഈ കവിതയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സന്ദേശം അല്ലെങ്കിൽ ഗുണപാഠം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? നോക്കിയേ. इस कविता का यह संदेश है कि फूलों के उस मार्ग में प्रेम देना चाहिए. അല്ലെ അതായത് ഈ കവിതയിൽ നിന്നും കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഗുണപാഠം എന്ന് പറഞ്ഞാൽ വഴിയോര പാതകളിൽ എന്ത് ചെയ്യുക? പൂക്കൾ വർഷിക്കണം. എങ്ങനെയുള്ള? जिस मार्ग से वीर सैनिक जाते हैं. എങ്ങനെയുള്ള വഴികളിലാണ്? ധീരരായിട്ടുള്ള പട്ടാളക്കാരെ സൈനികർ നടന്നു പോകുന്ന വഴികളിൽ എന്ത് ചെയ്യുക? എന്നെ കൊണ്ടുവന്ന് ഇടുക. उनके पैरों के नीचे दबकर वह अपना जीवन धन्य मानता है. അതായത് ഇങ്ങനെ വഴിയിൽ കൊണ്ടിടുമ്പോൾ അവർ നടന്നു പോകുമ്പോൾ അവരുടെ കാൽപാദം സ്പർശിച്ച് തങ്ങൾ അതായത് ഈ പൂക്കൾക്ക് എന്താണ് വലിയ രീതിയിൽ അവരുടെ ആ ഒരു ജീവൻ എന്താണ് അത്രയും നല്ലൊരു അനുഗ്രഹം ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. അത് ആദ്യം നമ്മൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയുന്നത് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന സെന്റൻസും ഈ സെന്റൻസും ഒക്കെ ഒന്നാണ് കേട്ടോ. ആൻസർ ഏകദേശം ഒരുപോലെയാണ്. അത് ആ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനും ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യത്തെ ആ ഒരു സെന്റൻസിന് മാത്രമേ ഉള്ളൂ കുറച്ച് ഡിഫറൻസ്. ബാക്കി രണ്ട് സെന്റൻസും ഒരുപോലെയാണ്. അപ്പോൾ നിങ്ങളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് താഴത്തുള്ള അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ തനിയെ പറയാൻ പറ്റും. കാരണം രണ്ടും ഒരുപോലെയാണ്. കണ്ടോ? जिस मार्ग से वीर सैनिक जाते हैं पैरों के नीचे दबकर वह अपना जीवन धन्य मानता है. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആ സെയിം സെന്റൻസ് തന്നെയാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലും ടീച്ചർ തന്നിട്ടുള്ളത്. കണ്ടോ? जिस मार्ग से वीर सैनिक जाते हैं उनके पैरों के नीचे दबकर वह अपना ജീവൻ ധന്യ മാനത. കണ്ടോ? രണ്ടും ഒരുപോലത്തെ വരികളാണ്.
ഫസ്റ്റ് സെന്റൻസിന് മാത്രമേ ഉള്ളൂ ചെറിയൊരു വ്യത്യാസം, ബാക്കി എല്ലാം സെയിം ആയിട്ടാണ്. 1 5 കണ്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ച അഞ്ചാമത്തെ ക്വസ്റ്റ്യനും പഠിക്കാം അല്ലയോ. പിന്നെ ആ രണ്ടാമത്തെ ക്വസ്റ്റ്യനേ ഉള്ളൂ കുറച്ച് ഇച്ചിരി ഒരു വലുതായിട്ടുള്ളത്, അത് നിങ്ങൾ സമയമെടുത്ത് നന്നായിട്ട് എഴുതി പഠിക്കാം. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഉത്തരം ആൻസർ ഫോളോയിനകത്തുള്ളത്. ഇനി അടുത്ത നോക്കിയേ, അവിടെ എന്താണ് ഫിൽ അപ്പ് ചെയ്യാൻ, ഇവിടെ വിട്ടുപോയ ഭാഗത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഫിൽ ചെയ്യുക, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതിന്റെ ആൻസർ നമ്മുടെ ടീച്ചറുടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോന്നിന്റെയും ആൻസർ തെറ്റിക്കാതെ നോക്കി എന്ത് ചെയ്യുക, നോക്കി എടുക്കുക കേട്ടോ. ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എഴുതുമ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, सम्राटों के दाश पर ढाला जाना नहीं चाहता അല്ലേ. അതായത് നമ്മൾ പറഞ്ഞു ചക്രവർത്തിമാരുടെ മൃതദേഹങ്ങളിൽ എന്താണ് അവരുടെ പൂമാല മരിച്ചു കിടക്കുമ്പോൾ അവരുടെ ആ മൃതദേഹത്തിൽ പൂമാലയായിട്ട് അണിയാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വലിയ ഒരു പൂവായിട്ട് റീത്തായിട്ടൊക്കെ വെക്കാനോ ഒന്നും ഈ പൂവിനൊട്ടും ആഗ്രഹമില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആൻസർ सम्राटों के दाश पर ढाला जाना नहीं चाहता. ചക്രവർത്തിമാരുടെ എന്തിനാണ് ഈ പൂമാലയായിട്ടും അല്ലെങ്കിൽ റീത്തായിട്ടൊന്നും നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത്. എന്തിനാണ് ശവ് അല്ലെ, അതായത് അവരുടെ ഡെഡ് ബോഡി അല്ലെ, അവരുടെ ശവശരീരത്തിൽ അല്ലെ. ഒന്നാമത്തെ ആൻസർ ശവ്. ഇവിടെ ടീച്ചർ കാണിക്കുന്നുണ്ട്, നമ്പർ 8 കാണിക്കുന്നുണ്ട്, തെറ്റിക്കാൻ അവിടെ എഴുതിയെടുക്കേ, എടുത്തോ. സെക്കൻഡ്, സുർബാല के गहनों में डैश नहीं चाहता അല്ലെ. സുർബാലയുടെ ആഭരണങ്ങളായിട്ടൊന്നും എന്ത് ആഭരണങ്ങളായിട്ട് അണിയാൻ അല്ലെങ്കിൽ മാലയും വളയും അങ്ങനെയുള്ള ഓരോ ഓർണമെന്റ്സ് ആയിട്ടും അണിയാൻ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിൽക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പൂവ് പറയുന്നുണ്ട് അല്ലയോ. അപ്പോ സുർബാല के गहनों में डैश नहीं चाहता എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഞാനിവിടെ തന്നിട്ടുണ്ട്, ഗൂഢന കണ്ടോ. അടുത്തത് മൂന്നാമത്തത്, ഫൂൽ ഡാഷ് കെ സിർ പർ ചढ़ना नहीं चाहता അല്ലേ. അതായത് ദേവന്മാരുടെ അമ്പലത്തിൽ പൂജിക്കാനായിട്ടും മറ്റും എന്ത് ദേവന്മാരുടെ തലയിൽ വെക്കാനായിട്ടോ അല്ലെങ്കിൽ ദേവന്മാരെ പൂജിക്കാൻ വേണ്ടി അമ്പലങ്ങളിലും ഒന്നും തന്നെ കൊണ്ടുപോകണ്ട എന്ന് പൂവ് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആൻസർ ഫൂൽ ദേവോ അല്ലെ, അതായത് ദേവന്മാരുടെ തലയിൽ വെക്കാനും അല്ലെങ്കിൽ വിഗ്രഹത്തെ പൂജിക്കാൻ വേണ്ടിയിട്ടൊന്നും കൊണ്ടുപോകണ്ടെന്ന് പറയുന്നില്ലേ. ആൻസർ ഫൂൽ ദേവോ. ദേവോ കണ്ടോ, ദേവോ ഫൂൽ ദേവോ के सिर पर चंदना नहीं चाहता. അടുത്തത് നാലാമത്തത്, फूल वीर सैनिकों के पैरों के नीचे दबकर ഡാഷ് ഹോ ജാനാ ചാഹ്താ ഹേ. അതായത് ധീരരായിട്ടുള്ള സൈനികരുടെ കാൽക്കീഴിൽ കുഴിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ അവരുടെ അത്രയും നല്ല മഹത്തായിട്ട് ഉള്ള വ്യക്തികളെ പൂജിക്കാൻ വേണ്ടിയിട്ട് അവരെ ആദരിക്കാൻ വേണ്ടിയിട്ട് മറ്റും അല്ലെങ്കിൽ അവരെ പൂജിക്കാൻ വേണ്ടിയിട്ടൊക്കെ മാത്രം ഈ പൂവിനെ എടുത്താൽ മതിയെന്ന് പറയുന്നു അല്ലെ. അപ്പോൾ ആൻസർ എന്താണ്, ഫൂൽ വീർ സൈനികോ കെ पैरों के नीचे दबकर धन्या हो जाना चाहता है. അങ്ങനെ സൈനികരെ പൂവിട്ട് പൂജിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആ പൂവ് എന്താണ് വലിയ ധന്യരായിട്ട് ഒരുപാട് ഭാഗ്യമുള്ളവരായിട്ട് ആയി മാറുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആൻസർ ധന്യ. കണ്ടോ, ധന്യ. അടുത്തത് ലാസ്റ്റ്, എഹ് ഡാഷ് ജഗാനെ വാലി കവിത ഹേ അല്ലെ. ഇത് ഈ നമ്മൾ പഠിച്ച ഈ കവിതയൊക്കെ പറയുന്നത് എങ്ങനെയുള്ള കവിതയാണ്? ഇതൊരു ദേശസ്നേഹത്തിനോട് ഉള്ളൊരു കവിതയാണ്. ദേശസ്നേഹം എന്നുള്ളൊരു കവിതയാണ് നമ്മൾ ഈ പഠിച്ച ആദ്യം നമ്മളുടെ ഈ ഒരു കവിത അല്ലെ. അപ്പോ ദേശഭക്തി, ദേശസ്നേഹം, ദേശത്തോടുള്ള ആദരവും സ്നേഹവും ഒക്കെ ഉള്ളൊരു കവിതയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ആൻസർ ദേശഭക്തി ജഗാനെ വാണി കവിത ഹേ. ദേശസ്നേഹം തുളുമ്പുന്ന ഒരു കവിതയാണ് നമ്മൾ ഈ ആദ്യം പഠിച്ച കവിത. ഓക്കെ, അതിന്റെ ആൻസർ എല്ലാം എത്തിയല്ലാവരും. അടുത്ത നോക്കിക്കേ, അടുത്ത പേജ് എടുത്തേ. അടുത്ത പേജ് നമ്പർ 6 എടുത്തോ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്
ഉൾട്ടെ അർത്ഥ് വാലി ശബ്ദ ലിജിയെ അല്ലേ റൈറ്റ് ദ ഓപ്പോസിറ്റ് വേർഡ്സ് ഓഫ് ദ ഫോളോയിങ് തന്നിട്ടുള്ള വേർഡ്സിന്റെ വിപരീത പദം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോ ദാറ്റ് ഈസ് അതിനെ ടീച്ചർ കാണിക്കുന്നുണ്ട് നമുക്ക് നോക്കാമല്ലോ നോക്കിയേ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഭാഗ്യം അല്ലെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഭാഗ്യം അല്ലേ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം മലയാളത്തിൽ നിർഭാഗ്യം എന്നൊക്കെ പറയും അല്ലെ അപ്പൊ ആൻസർ ഇതാണ് കണ്ടോ ദുർഭാഗ് ദുർഭാഗ് ഭാഗ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് ദുർഭാഗ് ദുർഭാഗ് കണ്ടോ രണ്ടാമത്തെ സെക്കൻഡ് വേർഡ് സുർ സുർ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് രേസുർ രേസുർ സുർ എന്നതിന്റെ വാക്കാണ് രേസുർ മൂന്നാമത്തേത് എന്താണ് ദേന ദേന എന്ന് പറഞ്ഞാൽ എന്താണ് കൊടുക്കുക അല്ലേ കൊടുക്കുക എന്നുള്ളതാണ് ദേന എന്നുള്ളതിന്റെ വാക്ക് ദേന അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് അറിയാമോ ദേന എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഞാൻ ടീച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ എല്ലാവരും ലേന ലേന എന്താണ് ലേന ലേന എന്ന് പറഞ്ഞാൽ കൊടുക്കുക കേട്ടോ ലേന വാങ്ങുക അല്ലേ ലേന വാങ്ങുക ലേന അടുത്തത് നാലാമത്തത് വീർ അല്ലേ വീർ എന്ന് പറഞ്ഞ എന്താണ് ധൈര്യമുള്ള അല്ലെങ്കിൽ ധൈര്യശാലി എന്നൊക്കെ പറയും ധൈര്യമുള്ള വീർ അപ്പോ അതിന്റെ ഓപ്പോസിറ്റ് കായർ എന്താണ് കായർ ധൈര്യമുള്ള എന്ന് പറയുമ്പോൾ പേടിയുള്ള എന്നൊക്കെയാണ് അതിന്റെ ഓപ്പോസിറ്റ് അല്ലെ അപ്പോ കായർ കായർ വീർ എന്ന് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് കായർ അടുത്തത് പ്രേമം അല്ലെ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താണ് ഇഷ്ടമുള്ള അല്ലെ അപ്പൊ ഇഷ്ടം എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ് പക അല്ലെ വിദ്വേഷം എന്നൊക്കെയാണ് അപ്പോ പ്രേം എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ് നഫ്രത് നഫ്രത് പ്രേമ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് നഫ്രത് നഫ്രത് എഴുതിയോ ലാസ്റ്റ് അനേകം അനേകം എന്ന് പറഞ്ഞാൽ ഒരുപാട് അല്ലെ ഒത്തിരി എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഒത്തിരി എന്ന് പറയുന്നതിന്റെ അല്ലെങ്കിൽ ഒരുപാട് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് കുറച്ച് അല്ലെ അപ്പൊ ആൻസർ ഏക് ഒന്ന് അനേകം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏക് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓപ്പോസിറ്റ് അനേകം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഏക് എഴുതിയെടുത്തോ ടെക്സ്റ്റ് ബുക്കിൽ ഫിൽ ചെയ്തോ ഒന്നുകൂടെ പറയാം അത് ആദ്യത്തിൽ ഭാഗ്യം ഓപ്പോസിറ്റ് ദുർഭാഗ്യം സുർ ഓപ്പോസിറ്റ് രേസുർ ദേന opposite word lena then veer opposite kaya then prem opposite nafrat anek opposite ek okay ഇനി ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ വാക്യത്തിൽ പ്രയോഗിക്കാനായിട്ടുള്ളതാണ് അത് നമ്മളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കേണ്ട കേട്ടോ അപ്പം വാക്യമേയും പ്രയോഗ കീജിയും തന്നിട്ടുണ്ട് അത് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട നിങ്ങളുടെ സിലബസിനകത്ത് അത് പറയുന്നില്ല അതുകൊണ്ട് അത് നിങ്ങൾ പഠിക്കണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ളത് നോക്കിയേ ഇനി അടുത്ത നോക്കിയേ ഇനി പിന്നെ പറയുന്നത് ലിങ്ക് ബദലിയേ അല്ലെ ചേഞ്ച് ദ ജെൻഡർ അല്ലെ ഏകവചനം ബഹുവചനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയത്തില്ല അപ്പൊ അത് ജെൻഡർ നോക്കിയേ രാജ എന്നുള്ളതിന്റെ ജെൻഡർ ഫോം അല്ലെ രാജ രാജാവ് രാജാവിന്റെ ജെൻഡർ ഫോം എന്താണ് രാജ്ഞി അല്ലെ രാജാവും രാജ്ഞി അപ്പോ രാജ എന്നുള്ളതിന്റെ ജെൻഡർ ഫോം ആണ് റാണി കണ്ടോ റാണി രണ്ടാമത്തേത് അടുത്തത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മാലി എന്നുള്ള ഒരു വേർഡാണ് അല്ലേ അപ്പൊ അതിന് പകരം അവിടെ എന്ത് ചെയ്യുക ടീച്ചർ തന്നെ ഇവിടെ രണ്ടെണ്ണം പറഞ്ഞിട്ടിരിക്കുന്നത് പ്യാര ആണല്ലേ പ്യാര അപ്പൊ അതെന്ത് ചെയ്യുക ഈ മാലി എന്നുള്ളിടത്ത് മാറ്റിയിട്ട് ഈ പ്യാര എന്നാക്കുക പ്യാര എന്നുള്ളതിന്റെ ജെൻഡർ ഫോം ആണ് പ്യാരി എന്താണ് പ്യാര പ്യാരി കണ്ടോ പ്യാര എന്നുള്ളതിന്റെ ജെൻഡർ ഫോം ആണ് പ്യാരി അപ്പൊ നിങ്ങൾ ആ മാലി എന്നുള്ളത് വെട്ടിയിട്ട് അവിടെ ഈ പ്യാര അതിന്റെ ആൻസർ ആയിട്ടുള്ള പ്യാരി എന്നുള്ളത് എഴുതി ചേർക്കാം മാലി എന്നുള്ളത് പഠിക്കണ്ട കേട്ടോ ഓക്കെ പിന്നെ പറയുന്നത് സമ്രാട്ട് സമ്രാട്ട് എന്നുള്ളതിന്റെ എന്ത് ജെൻഡർ ഫോം അല്ലെ ജെൻഡർ ഫോം സമ്രാട്ട് എന്ന് പറഞ്ഞ എന്താണ് എംപറർ അല്ലെ എന്ന് പറഞ്ഞ എംപറർ എന്നുള്ളതിന്റെ അർത്ഥം അല്ലെ സമ്രാട്ട് എന്ന് പറഞ്ഞ എംപറർ അപ്പോ അതിന്റെ ജെൻഡർ ഫോം സമ്രാജ്ഞി സമ്രാജ്ഞി പിന്നെ പറയുന്നത് ദേവ് ദേവ് എന്നുള്ളത് ജെൻഡർ ഫോം ദേവി
ദേവ് എന്നുള്ളത് ജനറൽ ഫോം ദേവി. പിന്നെ പറയുന്നത് കവി അല്ലെ, കവി എന്നതിന്റെ ജനറൽ ഫോം ആണ് കവിയത്രി. കവി നമ്മൾ മലയാളത്തിലാണ് കേട്ടിട്ടുണ്ട്, കവിയും കവിയത്രി അല്ലെ. അപ്പോ കവി എന്നുള്ളത് ജനറൽ ഫോം ആണ് കവിയത്രി. കവിയത്രി. ഓക്കെ, എഴുതിയോ? ഒന്നുകൂടെ പറയാം. രാജ എന്നുള്ള ജനറൽ ഫോം റാണി, മാലി എന്നുള്ള ജനറൽ ഫോം മാല, പിന്നെ സമ്രാട്ട് എന്ന് പറഞ്ഞ സമ്രാജ്ഞി, ദേവ് ദേവി, കവി കവിയത്രി. പിന്നെ എല്ലാവരും പിന്നെയോ അടുത്തത് നോക്കിയേ. വചൻ അതിലെ ചേഞ്ച് ദ നൗൺ അല്ലെ. നൗൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു പേരായ ശബ്ദം അല്ലേ. അപ്പോ ചേഞ്ച് ദ നൗൺ എന്നിട്ടുള്ള ഓരോന്നിന്റെയും എന്താണ് നൗൺ അല്ലെ, മാറ്റാനാണ് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ഫൂൾ അല്ലെ, പുഷ്പം. അപ്പോ ഫൂൾ എന്ന് പറഞ്ഞ പുഷ്പം, അതിനെ നമ്മൾ എങ്ങനെ മാറ്റാം? പുഷ്പങ്ങൾ അല്ലെ എന്ന് മാറ്റാം. അപ്പം ഫൂലോ. ഫൂൾ എന്നതിന്റെ നൗൺ ഫോം ആണ് ഫൂലോ. ഫൂലോ. പിന്നെ പറയുന്നത് സൈനികർ അല്ലെ. സൈനികർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈനികർ എന്ന് പറഞ്ഞാൽ ആ സൈനികർ അല്ലെ, യുദ്ധം ചെയ്യുന്ന ആളുകൾ. അപ്പം പട്ടാളക്കാർ അല്ലെ, യുദ്ധം ചെയ്യുന്ന ആളുകൾ പട്ടാളക്കാർ അല്ലെ. സൈനികർ എന്നുള്ളതിന്റെ എന്താണ്? വചൻ അല്ലെ. അതിന് നമ്മള് നൗണുകളുടെ മാറ്റം എങ്ങനെ പറയും? സൈനികോ. സൈനികോ. പിന്നെ പറയുന്നത് ഘർ അല്ലെ. ഘർ എന്നുള്ളതിന്റെ നൗൺ ഫോം ആണ് ഘരോ. ഘരോ. പിന്നെ മാല, മാലാവോ. മാല എന്നുള്ളത് നൗൺ ഫോം ആണ് മാലാവോ. ചെയ്തോ? ഒന്നുകൂടെ പറയാം. ഫൂൾ എന്നുള്ളതിന്റെ നൗൺ ഫോം ഫൂലോ, സൈനിക് അതിന്റെ നൗൺ ഫോം സൈനികോ, ഘർ എന്നുള്ളതിന്റെ ഘരോ, മാല എന്നുള്ളതിന്റെ മാലാവോ. കണ്ടോ? ആക്കിയോ എല്ലാവരും? ചെയ്തോ? ചെയ്തു അല്ലേ? അപ്പോ ഇത്രയാണ് നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിനകത്തുള്ള എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇന്ന് ടീച്ചർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലേ. ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്താൽ മാത്രം പോരാ, ഇതെല്ലാം കോപ്പറേറ്റ് ബുക്കിനകത്തോട്ട് ഒരു 3 times വെച്ചിട്ട്. എത്ര വട്ടാണ്? 3 times, 3 വട്ടം കേട്ടോ. 3 വട്ടം എഴുതി പഠിക്കാത്തവർക്ക് അതിന്റെ ഇരട്ടി ഞാൻ പൊസിഷൻ തരുവേ. അപ്പൊ അതുകൊണ്ട് ഇത് 3 വട്ടം ഇന്ത്യയുടെ കോപ്പറേറ്റ് ബുക്കിനകത്തോട്ട് എഴുതി ഇന്ന് വെള്ളിയാഴ്ച ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ തിങ്കളാഴ്ചക്കുള്ളിൽ ടീച്ചറിന് തരണം. കണ്ടോ? ശനിയും ഞായറും 2 ദിവസമുണ്ട്. അപ്പൊ അതിനുള്ളിൽ തിങ്കളാഴ്ചയ്ക്ക് മുന്നേ ടീച്ചറിനെ കോപ്പറേറ്റ് ബുക്ക് എഴുതി സബ്മിറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ആയതേ ഉള്ളൂ. ഇന്ന് ക്ലാസ് കണ്ടതിന് ശേഷം നാളെയും മറ്റന്നാളൊക്കെ സമയമുണ്ട്, ശനി ഞായറൊക്കെ സമയമുണ്ട്. എഴുതി എന്തായാലും തിങ്കളാഴ്ച രാവിലേക്ക് മുന്നേ ഞായറാഴ്ച രാത്രിയോട് കൂടി എല്ലാവരും കോപ്പറേറ്റിംഗ് ഇതെല്ലാം 3 times വെച്ച് 3 വട്ടം വെച്ച് എഴുതി പഠിച്ച് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരിക കേട്ടോ. മറക്കത്തില്ലല്ലോ ആരും. ഇതെല്ലാത്തിന്റെയും സ്പെല്ലിംഗ് ഞാൻ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എന്തെങ്കിലും ഒരു ചിഹ്നമോ എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെട്ടിക്കളയും, മാർക്ക് തരത്തില്ല കേട്ടോ. 5ാം ക്ലാസ്സിലൊക്കെ ആയോ? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് കോപ്പറേറ്റ് ബുക്കിനകത്തോട്ട് എഴുതി തന്നെ പഠിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പോയം, നമ്മുടെ ഫസ്റ്റ് നമ്മൾ പഠിച്ച ഈ പുഷ്പകി അഭിലാഷ എന്ന് പറയുന്ന ഈ ഒരു പോയത്തിന്റെ ആദ്യത്തെ 8 വരി നിങ്ങൾ ആദ്യത്തെ നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ ഈ പോയത്തിന്റെ ആദ്യത്തെ ഫസ്റ്റ് 8 lines 8 വരി നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം. അതുകൊണ്ട് അതൊക്കെ എഴുതി ഇപ്പോഴേ പഠിക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല കുഞ്ഞുങ്ങളായിട്ട് വീട്ടിൽ ചെയ്യുക, എഴുതി പഠിക്കുക, ടീച്ചർ സെൻഡ് ചെയ്യുക. താങ്ക് യു.